ഹലോ എവരിവൺ, എല്ലാവർക്കും സഹകാരി പി എസ് സിയുടെ മറ്റൊരു ജിയോഗ്രഫി സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. ടോപ്പിക്കിൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വായിച്ചറിയാൻ സാധിക്കുന്നുണ്ടാവും. റോക്സ് അഥവാ ശിലകൾ എന്ന് പറയുന്നൊരു ഏരിയയാണ്. അപ്പോൾ റോക്ക് അല്ലെങ്കിൽ ശിലകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചിരുന്നല്ലോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. റോക്കിൽ നിന്നാണ് ഇറോഷൻ സംഭവിക്കുന്നത്, റോക്കിൽ നിന്നാണ് വെതറിങ് സംഭവിക്കുന്നതും മണ്ണുണ്ടാവുന്നതും എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ പ്രാഥമികമായിട്ട് നമ്മുടെ ഭൂമിയിൽ ഡെന്യൂഡേഷൻ അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരാളാണ് റോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് റോക്സ്, എന്തൊക്കെ തരത്തിൽ റോക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്, എന്തൊക്കെയാണ് അവരുടെ ക്യാരക്ടേഴ്സ് എന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എല്ലാവർക്കും റോക്സ് എന്ന വേൾഡ് ജിയോഗ്രഫിയുടെ സെഷനിലേക്ക് സ്വാഗതം. നമ്മളെപ്പോഴും എല്ലാ സെഷനും തുടങ്ങുന്നതിന് മുമ്പ് അതിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെ പറ്റിയിട്ടൊരു ഡിസ്കഷൻ പോലെ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. സോ ഇന്നും അത് ഞാൻ പതിവ് തെറ്റിക്കുന്നില്ല. ഒരു ചോദ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം കേട്ടോ. സോ ആദ്യ ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ സെഡിമെൻ്ററി റോക്സ്. സെഡിമെൻ്ററി റോക്കുകളുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിക്കുക എന്നുള്ളതാണ് ചോദ്യം. അവസാദ ശിലകൾ എന്നാണ് മലയാളത്തിൽ പറയുക കേട്ടോ. സെഡിമെൻ്ററി റോക്കിനെ മലയാളത്തിൽ വിളിക്കുന്ന പേരാണ് അവസാദ ശില. എന്തായാലും സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കാം. ഒന്ന്, ദേ കണ്ടെയ്ൻ ഫോസിൽസ് ആൻഡ് റെമനൻസ്. അവയിൽ ഫോസിലുകളും അവശിഷ്ടങ്ങളും ഉണ്ടാകാറുണ്ട്. രണ്ട്, ദീസ് റോക്സ് ആർ വെരി സോഫ്റ്റ്. ഇവർ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മൃദുവായിട്ടുള്ള ശിലകളാണ്. മൂന്ന്, ദേ ആർ മേഡപ്പ് ഓഫ് മെനി ലെയേഴ്സ്. ഇവർ പലതരത്തിലുള്ള ലെയറുകൾ അല്ലെങ്കിൽ പല പല ലെയറുകളാൽ രൂപീകൃതമായ ശിലകളാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഈ പറയുന്നതിൽ ഏതൊക്കെയാണ് ശരിയെന്നത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ചോദ്യം. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ഇല്ലാത്ത പക്ഷം നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പിടികിട്ടും. ഇവർ സോഫ്റ്റ് ആണോ, ഇവർ ലെയേഴ്സ് കൊണ്ട് നിർമ്മിതമാണോ, ഇവരിൽ ഫോസിൽസും റെമനൻസും കാണാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ സെഷൻ കഴിയുമ്പോൾ മനസ്സിലാവും. നമുക്ക് ആ സമയത്ത് നോക്കാം അത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ബന്ധമില്ലാത്തയാളെ കണ്ടെത്താനുള്ളൊരു ചോദ്യമാണ് ആഗ്നേയശിലയുമായി. ആഗ്നേയശില എന്ന് പറഞ്ഞാൽ ഇഗ്നിയസ് റോക്ക്. ആഗ്നേയശില എന്ന് പറഞ്ഞാൽ ഇഗ്നിയസ് റോക്സ് ആണ്. അപ്പോൾ ഇഗ്നിയസ് റോക്സുമായി ബന്ധമില്ലാത്തതാരെന്ന് കണ്ടെത്താനാണ് ചോദ്യം. ഈ ശിലയെ പ്രാഥമിക ശിലയെന്ന് വിളിക്കുന്നു. ഈ ശിലയ്ക്കൊരു ഉദാഹരണമാണ് ബസാൾട്ട്. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്. ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നതാണ് എന്നിങ്ങനെയാണ് ചോദ്യത്തിൽ വന്നിരിക്കുന്ന 4 ഓപ്ഷനുകൾ. ഇതിൽ ശരിയല്ലാത്തത് ഏതെന്ന് ഉത്തരം ഇപ്പോൾ എനിക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. ഇല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ അതിൻ്റെ കാര്യവും പിടികിട്ടും. ഇഗ്നിയസ് ശിലയുമായി ബന്ധപ്പെട്ടത് ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കുമല്ലോ. അങ്ങനെ പഠിക്കുമ്പോൾ പെടാത്തത് ആരെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ശരിയല്ലാത്തത് ഏത്? ആഗ്നേയശില ഗ്രാനൈറ്റ്, അവസാദശില ബസാൾട്ട്, കായാന്തരിത ശില. കായാന്തരിത ശില എന്ന് പറഞ്ഞാൽ മെറ്റാമോർഫിക് റോക്കാണ് കേട്ടോ. മെറ്റാമോർഫിക് റോക്കിനെയാണ് എന്ത് വിളിക്കുക? കായാന്തരിത ശില എന്ന് വിളിക്കുക. അത് മാർബിൾ എന്ന് എഴുതിയിരിക്കുന്നു. മാഗ്മയും ലാവയും ആഗ്നേയ ശിലകളെന്ന് എഴുതിയിരിക്കുന്നു. അല്ലെങ്കിൽ മാഗ്മയും ലാവയും തണുത്തുറങ്ങുണ്ടാകുന്ന ശിലകൾ എന്ന രീതിയിൽ ആഗ്നേയ ശിലകൾ. ഇതിലേതൊക്കെയാണ് ശരി അല്ലാത്തതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ചോദ്യം. ഇവിടെ ഓരോന്ന് വീതം തന്നിട്ടുള്ള, അപ്പോൾ ഏതോ ഒരെണ്ണം മാത്രമാണ് ഇതിൽ ശരി അല്ലാത്തതായി തന്നിരിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഏതാണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഈ സെഷൻ കഴിയുമ്പോൾ അതും മനസ്സിലാവും. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു അവസാദ ശിലയ്ക്ക് ഉദാഹരണം. ഗ്രാനൈറ്റ്, കൽക്കരി, ബസാൾട്ട്, ഗാബ്ര. ഉദാഹരണം ഒരു അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ്. അവസാദ ശില എന്ന് പറഞ്ഞാൽ സെഡിമെൻ്ററി റോക്ക്. സെഡിമെൻ്ററി റോക്കിന് ഉദാഹരണം ഇതിൽ ഏതെന്നുള്ളതാണ് ചോദ്യം. ഗ്രാനൈറ്റ് ആണോ, കൽക്കരി ആണോ, ബസാൾട്ട് ആണോ, ഗാബ്രോ ആണോ? ഉത്തരം കിട്ടിക്കഴിഞ്ഞു. എന്നാലും നമ്മളിത് കഴിയുമ്പോൾ പിടികിട്ടും. അടുത്ത ചോദ്യം, ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം. മാർബിൾ, ഷെയിൽ, ബസാൾട്ട്, ലിഗ്നൈറ്റ്. ഇതിലേതാണ് ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഉദാഹരണങ്ങൾ എന്തായാലും നമ്മൾ പഠിക്കും, അതിനകത്ത് കിടപ്പുണ്ടാവും അത്. അടുത്ത ചോദ്യം, മാർബിൾ ഏതുതരം ശിലയ്ക്ക് ഉദാഹരണമാണ്? ആഗ്നേയശിലയാണോ, കായാന്തരിത ശിലയാണോ, അവസാദ ശിലയാണോ, പാതാള ശിലയാണോ എന്നതാണ് ചോദ്യം. അപ്പോൾ ഇതിലേത് ടൈപ്പിലുള്ള ഒരു റോക്കാണ് മാർബിൾ? മാർബിൾ ഏത് കാറ്റഗറിയിൽ പെടുത്താം എന്നാണ് ചോദ്യം. സിമ്പിൾ ഉത്തരമാണ്, അത് നമ്മൾ പെടുത്തിയിട്ടുണ്ടാവും. അടുത്ത ചോദ്യം വീണ്ടും മാർബിൾ ഏത് തരത്തിലുള്ള ശിലയാണെന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഇവയൊന്നുമല്ല എന്ന് 4ാമത്തെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. കണ്ടോ,
നേരത്തെ ചോദ്യം ഇപ്പം 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ചോദ്യമാണ്. ഇതിൽ മാർബിൾ ഏത് തരം ശിലയ്ക്ക് ഉദാഹരണം എന്ന രീതിയിൽ ഓപ്ഷൻ ഡി പാതാളശില എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അടുത്ത ചോദ്യം മറ്റൊരു ചോദ്യ പേപ്പറിൽ വന്ന ഒരു ചോദ്യത്തിനകത്ത് അതേ ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. മാർബിൾ ഏത് തരത്തിലുള്ള ശിലയാണെന്നത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് മൊത്തത്തിലൊരു പീസ്ഫുൾ സെഷൻ ആകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അധികം ഒച്ച എടുക്കാണ്ട്. പക്ഷെ അറിയില്ല, ചിലപ്പോൾ അങ്ങോട്ട് കണ്ടന്റിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ ആവേശം കൂടിയാലും മതിയാവും, അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. മാർബിൾ ഏത് തരം എന്നുള്ളത് വീണ്ടും ഒരു ചോദ്യത്തിൽ കണ്ടു. മറ്റൊരു ചോദ്യം കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണെന്ന്. ഗ്രാനൈറ്റ് ഏതു തരം ശിലയ്ക്ക് ഉദാഹരണമാണെന്ന്. സിമ്പിൾ ചോദ്യം, ഗ്രാനൈറ്റ് ഏതു തരം. അപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ മക്കൾ? ഈ റോക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തൊന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പലതും റോക്കിൻ്റെ ക്യാരക്ടേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, പിന്നെ റോക്കിൻ്റെ ടൈപ്പുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഒക്കെയാണ് എല്ലാം ചോദിച്ചു തന്നിരിക്കുന്നത്. കുറേയൊക്കെ ക്യാരക്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്ത ചോദ്യങ്ങൾ, കുറേയൊക്കെ നേരിട്ട് ഓരോ ഏതൊക്കെ ടൈപ്പിലുള്ള റോക്ക് അതിൻ്റെ ഉദാഹരണം ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഇപ്പോൾ ഗ്രാനൈറ്റ് എന്നത് ഉദാഹരണമാണ് ആരുടെയോ, അത് കായാന്തരിതമാണോ, അവസാദമാണോ, ആഗ്നേയമാണോ, അതോ ഇവയൊന്നും അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്. ബട്ട് എനി ഹൗ ഇത് കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ്. അപ്പോൾ ഓരോ ശിലയുടെ ഉദാഹരണങ്ങളും നിങ്ങൾ വ്യക്തമായി എന്ത് കാരണവശാലും പഠിച്ചിട്ട് തന്നെ പോകണം. ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ക്യാരക്ടേഴ്സ് ഉൾപ്പെടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ഒരു ശിലകളിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് എലിമിനേറ്റ് ചെയ്ത ഉത്തരങ്ങളിലേക്ക് എത്തിച്ചേരാനെങ്കിലും സാധിക്കും നിങ്ങൾക്ക്. ഓക്കെ, സോ ബീങ് ദാറ്റ് സെഡ്, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോവിങ് പെയർസ് ഇസ് ഇൻകറക്റ്റ്ലി മാച്ച്ഡ്? ഇതിൽ ഇൻകറക്റ്റ്ലി മാച്ച്ഡ് ആയിരിക്കുന്ന പെയർ ഏതെന്നാണ് ചോദ്യം. പാരൻ്റ് റോക്കും മെറ്റമോർഫൈസ്ഡ് റോക്കും, അതായത് മെറ്റമോർഫിസം സംഭവിക്കുന്ന പാരൻ്റ് റോക്കിൽ നിന്ന് മെറ്റമോർഫിസം സംഭവിച്ചുണ്ടായ ശിലയാണ് ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഗ്രനൈറ്റ് ഇവിടെ നീസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഗ്രനൈറ്റിന് മെറ്റമോർഫിസം സംഭവിച്ചിട്ടാണോ നീസ് ഉണ്ടായത് അതറിയണം നിങ്ങൾ. സാൻഡ്സ്റ്റോൺ എന്ന് പറയുന്ന പാരൻ്റ് റോക്കിന് മെറ്റമോർഫിസം സംഭവിച്ചിട്ടാണോ ഷിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്? ലൈം സ്റ്റോണിന് മെറ്റമോർഫിസം സംഭവിച്ചിട്ടാണോ മാർബിൾ ഉണ്ടായിരിക്കുന്നത്? ഷെയിലിന് മെറ്റമോർഫിസം സംഭവിച്ചിട്ടാണോ സ്ലേറ്റ് ഉണ്ടാവുന്നത്? അപ്പോൾ ഇതിൽ പാരൻ്റ് റോക്കും മെറ്റമോർഫിസ്ഡ് റോക്കും എന്നുള്ള രീതിയിൽ തന്നിരിക്കുന്നതിൽ ഇൻകറക്റ്റ്ലി മാച്ച് ചെയ്തിരിക്കുന്നത് ആരെയാണ്? അപ്പോൾ ഇതിലേത് ഒരെണ്ണം മാത്രമാണ് ഇൻകറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ട് ഉണ്ടാവുക, അതാരെന്ന് കണ്ടെത്താനാണ് ചോദ്യം. ഓക്കെ, അടുത്തത്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്ന്, അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. ഓക്കെ, അത് അറ്റ്മോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്. 2, നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. അത് പിന്നെ ഗ്ലോബൽ ഇഷ്യൂസ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്നു. 3, ഗ്രനൈറ്റ് ഒരു തരം അവസാദ ശിലയാണ്. അത് ശിലയുമായി ബന്ധപ്പെട്ട് വരുന്നു. ഗ്രനൈറ്റ് ഒരു തരം അവസാദം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സെഡിമെൻ്ററി. ഗ്രാനൈറ്റ് ഒരു തരം സെഡിമെൻ്ററി റോക്കാണ് എന്നാണ് കിടക്കുന്നത്. ഗ്രാനൈറ്റ് ഒരു തരം സെഡിമെൻ്ററി റോക്കാണ്. ഒരളകുന്നത് ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കുടിച്ചിരുന്നത്. നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിനകത്ത് ഇത് മാത്രം മതി. അപ്പോൾ ഒരു മിക്സഡ് ടോപ്പിക്കിൽ വന്നിരിക്കുന്ന ഒരു ചോദ്യത്തിനകത്തും ശിലകീർ വന്നിരിക്കുന്ന തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ, അതാണ് നമ്മളിപ്പോൾ ഈ കണ്ടിരിക്കുന്നത്. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യമാണോ? യെസ്, ചോദ്യമുണ്ട്. ആഗ്നേയശിലയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആഗ്നേയശിലയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്ന ചോദ്യം ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷയുടെ ചോദ്യമാണ്. 1, അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടുന്നതിനാലാണ് ആഗ്നേയശിലകൾ രൂപപ്പെടുന്നത്. അവശിഷ്ടങ്ങൾ, സെഡിമെൻറ്റുകൾ അടിഞ്ഞുകൂടുന്നതിനാലാണ് ആഗ്നേയശിലകൾ രൂപപ്പെടുന്നതെന്നാണ് ആദ്യ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ശരിയോ തെറ്റോ നമുക്കത് നോക്കേണ്ടതുണ്ട്. 2, മാഗ്മ അല്ലെങ്കിൽ ലാവയുടെ ഘനീകരണത്തിലൂടെയാണ് ആഗ്നേയശിലകൾ രൂപപ്പെടുന്നതെന്ന് കിടക്കുന്നുണ്ട്. അതും നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 3, ആഗ്നേയശിലകൾ തരി രൂപത്തിലുള്ളതോ പരൽ രൂപത്തിലുള്ളതോ ആയ പാറകളാണ്. അതും പരിശോധിക്കണം അല്ലേ. തരി രൂപം എന്ന് പറയുമ്പോൾ ഗ്രാനുലാർ സ്ട്രക്ചർ, പരൽ രൂപം എന്ന് പറയുമ്പോൾ കോഴ്സ് സ്ട്രക്ചർ, തരി എന്ന് പറയുമ്പോൾ ഗ്രാനുലാർ, ഇത് പരൽ രൂപം എന്ന് പറയുമ്പോൾ കോഴ്സ് ഗ്രെയിൻസും ഗ്രാനുലാർ ഗ്രെയിൻസും എന്നുള്ള രീതിയിൽ വിളിക്കാം. അതുപോലെ 4, ആഗ്നേയശിലകൾക്ക് സ്ട്രാറ്റകളോ പാളികളോ ഉണ്ട്. ആഗ്നേയശിലകൾക്ക് സ്ട്രാറ്റകളോ പാളികളോ ഉണ്ട് എന്നാണ് 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയും. ഇപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി എന്ന് തന്നെയാണ് കണ്ടെത്താനായിട്ട് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി, നമുക്ക് നോക്കാം ഇതിൻ്റെയും ഉത്തരം എന്താണെന്നുള്ളത്. ഇത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റൈറ്റ്. സോ ചോദ്യങ്ങൾ നിങ്ങൾ ഏകദേശം കണ്ടുവല്ലോ.
അപ്പോൾ ഈ ശിലകൾക്കകത്തുനിന്ന് മാക്സിമം ചോദ്യങ്ങളും കണ്ടിരിക്കുന്നത് ഏതൊക്കെ രീതിയിൽ നിന്നാണെന്നുള്ളതിൻ്റെ ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രധാനമായി ശിലകൾ ഏതൊക്കെ എന്നുള്ള ഐഡൻറ്റിഫിക്കേഷൻ, അതായത് ശിലകളുടെ എക്സാമ്പിൾസ് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കുക. പിന്നെ ചോദിച്ച ചോദ്യമെന്ന് പറയുന്നത് ഓരോ ശിലയുടെയും ക്യാരക്ടേഴ്സ് ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഓരോ ശിലയിലും വരുന്ന ഉദാഹരണത്തിൻ്റെ ക്യാരക്ടർ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് പിന്നീട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ശിലകളെ, വിവിധ തരത്തിലുള്ള ശിലകൾ ഏതൊക്കെയാണെന്ന് പഠിക്കുക, അതിൻ്റെ ഉദാഹരണങ്ങൾ പഠിക്കുക, അവയുടെ പ്രധാന ക്യാരക്ടേഴ്സ് എന്തെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ശിലകൾ എന്ന ഈ ഒരു ടോപ്പിക്ക് നമുക്ക് പരീക്ഷയ്ക്ക് ഉതകുന്ന രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, വാ. അപ്പോൾ ഈ പാറകളെ പറ്റി പഠിക്കുന്ന പഠനശാഖയെ വിളിക്കുന്ന പേരെന്താണെന്നറിയോ നിങ്ങൾക്ക്? പെട്രോളജി എന്നാണ് കേട്ടോ. നമ്മൾ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഇന്ധനമാണല്ലേ പെട്രോൾ. നമ്മൾ പെട്രോൾ, ഡീസൽ എന്നൊക്കെ പെട്രോളിയം ഇന്ധനങ്ങളെന്ന് പറയും. അപ്പോൾ ഈ പെട്രോളിയം ഇന്ധനങ്ങൾക്ക് ആ പേര് വരാൻ തന്നെ കാരണം പാറകളിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിനെ പെട്രോളിയം ഫ്യൂവൽസ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ പെട്രോളിയം പ്രോഡക്റ്റ് എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്രോളിയത്തെയും കുഴിച്ചെടുക്കുന്നത് പാറകളിൽ, ഭൂമിക്കടിയിലുള്ള എത്രയോ മീറ്ററുകൾ അടിയിലുള്ള പാറകളിൽ നിന്നും മറ്റുമൊക്കെ തന്നെയാണ് കുഴിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ പെട്രോളിയം എന്ന് വിളിക്കുക. അപ്പോൾ പാറകളെ പറ്റി, ശിലകളെ പറ്റിയിട്ടുള്ള പഠനശാഖയെ വിശേഷിപ്പിക്കുന്ന പേരെന്തെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറഞ്ഞേക്കാം അത് പെട്രോളജി എന്നാണ്. ശിലകൾ മൊത്തത്തിൽ 3 തരത്തിലാണ് നമ്മൾ പഠിക്കുക. നമ്മളിപ്പോൾ കണ്ടത് അതിന് ഉദാഹരണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അല്ലേ. 1 സ്വാഭാവികം ഇഗ്നിയസ് റോക്ക്, 2 സെഡിമെൻ്ററി റോക്ക്, 3 മെറ്റമോർഫിക് റോക്ക്. അപ്പോൾ ഇഗ്നിയസ് റോക്ക്, സെഡിമെൻ്ററി റോക്ക്, മെറ്റമോർഫിക് റോക്ക്. ഇഗ്നിയസ് റോക്ക് എന്ന് പറഞ്ഞാൽ ആഗ്നേയ ശില, സെഡിമെൻ്ററി എന്ന് പറഞ്ഞാൽ അവസാദ ശില, മെറ്റമോർഫിക് എന്ന് പറഞ്ഞാൽ കായാന്തരിത ശില. ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ എന്ന രീതിയിൽ 3 തരത്തിലാണ് നമ്മൾ എന്തിനെ പഠിക്കുക, എന്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവുക, ശിലകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ പിന്നീട് പഠിക്കുന്ന ഓരോ ടൈപ്പിലുള്ള റോക്കുകളും ഇതിൻ്റെ 3 എണ്ണത്തിൻ്റെയും ഏതെങ്കിലും ഒന്നിൽ പെടുന്ന ശിലയായിരിക്കുള്ളൂ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ആൾ നമുക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. ഇഗ്നിയസ് റോക്ക്, ആഗ്നേയ ശില. ഇഗ്നിയസ്, നിങ്ങൾ ആ ചിത്രം നോക്കിയാൽ കാണാൻ പറ്റും, എന്തോ തീ ഒഴുകി വന്ന് കിടക്കുന്ന പോലൊരു ചിത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. ശരിയാണ്, ആഗ്നേയ ശിലകൾ തീഗോളങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ തീഗോളങ്ങൾ എന്ന് പറഞ്ഞില്ല, തീ ഒഴുകുന്നത് തന്നെയാണ് ആഗ്നേയ ശിലകളായി പിന്നീട് പരിണമിക്കുന്നത്. നമുക്കറിയാം ഭൂമിക്കടിയിൽ, ഭൂമിയുടെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്രസ്റ്റിന് ശേഷം താഴേക്ക് പോയാൽ എസ്തനോസ്ഫിയർ അല്ലെങ്കിൽ മാൻഡിൽ എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട്. ആ മാൻഡിലിൽ പൊതുവേ മോൾട്ടൺ സ്റ്റേറ്റിലുള്ള മെറ്റൽസ് ആൻഡ് മിനറൽസ് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അയോണിക് ഫോമിൽ മോൾട്ടൺ സ്റ്റേറ്റിലാണ് അവിടെ മിനറൽസിനെ നമുക്ക് കാണാൻ പറ്റുക. അതായത് സെമി ലിക്വിഡ് അല്ലെങ്കിൽ സെമി സോളിഡ് സ്റ്റേറ്റ് എന്നോ അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റ് എന്നോ ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്ന, ആർദ്ധദ്രാവകാവസ്ഥയെന്നോ ഖരാവസ്ഥയെന്നോ ഒക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മിനറൽ എന്ന രീതിയിലുള്ള മെറ്റീരിയലായിട്ടാണ് മാൻഡിലിൽ ഈ മിനറൽസിൻ്റെ നിക്ഷേപങ്ങൾ. സർഫസിൽ റോക്ക് സോളിഡായിട്ട് കാണുന്നുവെങ്കിൽ മാൻഡിൽ അതൊരു സെമി സോളിഡ് അല്ലെങ്കിൽ ഒരു ലിക്വിഡ് സ്റ്റേറ്റിൽ കാണുന്നു എന്ന് പറയാം. അപ്പോൾ ഇവ ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്ന ക്രാക്കുകൾ വഴി, ഭൂമിയിൽ ചിലപ്പോൾ ചെറിയ ചെറിയ ഫിഷേഴ്സോ ക്രാക്കുകളോ ഗ്യാപ്പുകളോ ഒക്കെ ഉണ്ടാവാം. ആ ഗ്യാപ്പുകൾ വഴി, ഇതാണ് ക്രസ്റ്റ് എന്ന് കരുതുക. അപ്പോൾ ക്രസ്റ്റ് കഴിഞ്ഞ് പിന്നെയും താഴെ മാൻഡിലേക്ക് ഈ ഒരു ആഴം എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇവിടെ തിളച്ച് കിടക്കുന്ന ഈ ദ്രാവകം ഉണ്ടല്ലോ, ആ ദ്രാവകത്തിൻ്റെ പേരെന്താണ്? മാഗ്മ. അപ്പോൾ ഈ മാഗ്മ എന്ന ദ്രാവകം ഈ ഫിഷേഴ്സ് വഴി, ഗ്യാപ്പുകൾ വഴി പുറത്തേക്ക് ഭൂമിയുടെ സർഫസിലേക്ക് വരാനും, സർഫസിൽ പർവ്വതം, അതിപ്പോൾ അഗ്നിപർവ്വതം പോലെ എന്ന രീതിയിലേക്ക് സർഫസിലേക്ക് ഇവൻ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. ഈ മാഗ്മ ഭൂമിയുടെ സർഫസിലെത്തി, സർഫസിൽ ഇവൻ അറ്റ്മോസ്ഫിയറുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഇവൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞ് ഇവൻ തണുത്തുറഞ്ഞ് സോളിഡായിട്ടുള്ള മെറ്റീരിയലായിട്ട് മാറും. ആ മെറ്റീരിയലിനെയാണ് നമ്മൾ ഇഗ്നിയസ് റോക്ക് എന്ന് വിളിക്കുന്നത്. സിമ്പിളാണ്. അപ്പോൾ മാൻഡിലിൽ കണ്ടിരുന്ന മാഗ്മ ക്രസ്റ്റിലെ ഗ്യാപ്പുകൾ വഴി ഭൂമിയുടെ ഉപരിതലത്തിലേക്കെത്തി തണുത്തുറഞ്ഞുണ്ടാകുന്ന സ്ട്രക്ചറിനെയാണ് ഇഗ്നിയസ് റോക്ക് എന്ന രീതിയിൽ പറയുന്നത്. പിന്നീട് ഇവന് കാലാനുസൃതമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. ഇവൻ്റെ മേലുള്ള ടെമ്പറേച്ചറിൻ്റെയും പ്രഷറിൻ്റെയും ഒക്കെ പ്രയോഗം ഇവനിൽ രൂപമാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത്തരത്തിൽ രൂപമാറ്റം സംഭവിക്കുമ്പോൾ വേറെ വേറെ ഫോമിലേക്ക് ഇവൻ മാറും, വേറെ റോക്കിൻ്റെ വേറെ സ്ട്രക്ചറൊക്കെ മാറും. ആ സമയത്ത് നമ്മൾ വേറെ പേരിട്ടൊക്കെ വിളിക്കും. എനിഹൗ ഇവനിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇവന് പിന്നീട് എന്താ പറയുക, സെഡിമെൻറ്റേഷൻ സംഭവിക്കാം, അല്ലെങ്കിൽ വിള്ളുകീറലുകളും പൊട്ടലും ചീറ്റലും ഒക്കെ സംഭവിക്കാം. ചീറ്റലല്ല, പൊട്ടൽ സംഭവിക്കാം. ഇറോഷണൽ ഏജൻസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വിൻഡും എയറും ഗ്ലേഷ്യറും ഒക്കെ അതുപോലുള്ള ഇറോഷണൽ ഏജൻസ് ഇവനെ ഇളക്കിയെടുത്തുകൊണ്ടോ അടർത്തി മാറ്റിക്കൊണ്ടോ കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും നിക്ഷേപിക്കപ്പെടാം. അങ്ങനെ അവിടെ പാറ ഉണ്ടാവാം, പുതിയൊരു ശില ഉണ്ടാവാം. മനസ്സിലായില്ല? അപ്പോൾ മറ്റേത് തരത്തിൽ ശില ഉണ്ടാകുന്നതിനും
അടിസ്ഥാനപരമായിട്ട് കാരണക്കാരനാകുന്നവൻ ഈ മാഗ്മയിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ആഗ്നേയശിലയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവനെ നമ്മൾ പ്രാഥമിക ശില, പ്രൈമറി റോക്ക് എന്ന രീതിയിൽ വിളിക്കുന്നത്. സോ ഹൂ ഇസ് കൺസിഡേർഡ് ആസ് പ്രൈമറി റോക്ക് എന്ന് ചോദിച്ചാൽ ഇഗ്നിയസ് റോക്സ് ഇസ് കൺസിഡേർഡ് ആസ് ദി പ്രൈമറി റോക്സ്. വൈ? ബിക്കോസ് ഫ്രം ഇഗ്നിയസ് റോക്സ് ഓൾ അതർ റോക്സ് ആർ ഫോംഡ്. ഇഗ്നിയസ് റോക്സ് ആണ് പ്രാഥമികം. ഇവനാണ് മാൻഡിലിൽ നിന്ന് നമ്മുടെ ഭൂരൂപത്തിലേക്ക് അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തിയിരിക്കുന്ന മാഗ്മ. ആ മാഗ്മ തണുത്തുറങ്ങി, പുറത്തെത്തുമ്പോഴേക്കും ലാവ എന്നാണ് വിളിക്കുക. ആ ലാവ തണുത്തുറങ്ങ് പാറയായി ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നവനാണ് ആഗ്നേയശില. ഇവന് പിന്നീട് ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് വിധേയമായിട്ടാണ് മെറ്റമോർഫിക് റോക്കുകളും സെഡിമെൻ്ററി റോക്കുകളും പോലുള്ള മറ്റ് ശിലകളൊക്കെ തന്നെയും രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഇവനിൽ നിന്നാണ് അവയൊക്കെ രൂപീകരിക്കപ്പെടുന്നത് എന്നുള്ളതുകൊണ്ട് ആദ്യമുണ്ടായ ശില എന്ന കണക്കിൽ നമ്മൾ ഇവൻ എന്ത് വിളിക്കുന്നു? പ്രൈമറി റോക്സ് എന്ന് വിളിക്കുന്നു. ആഗ്നേയം, ദ ടേം ഇഗ്നിയസ് മീൻസ് ഫയർ. ഇഗ്നിയസ് എന്ന വാക്കിന് അർത്ഥം തന്നെ എന്താ പിള്ളേരെ? ഫയർ എന്നാണ്. കാരണം ഇറ്റ് ഈസ് ആക്ച്വലി ഫയർ ഫ്രം വിതിൻ ദ എർത്ത്, അല്ലേ? ഭൂമിയുടെ ഉള്ളറകളിൽ നിന്ന് വന്ന തീയോളം തന്നെയാണ് ഈ ഇഗ്നിയസ് റോക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തന്നെ ഫയർ എന്ന മീനിങ് വരുന്നത് ഇഗ്നിയസ് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഫോംഡ് ഡ്യൂ ടു ദി സോളിഡിഫിക്കേഷൻ ഓഫ് ലാവ ഓർ മാഗ്മ. പുറത്ത് വരുമ്പോൾ നമ്മളതിനെ ലാവ എന്ന് പറയും, ഭൂമിക്കുള്ളിലാകുമ്പോൾ മാഗ്മ എന്ന് വിളിക്കുന്നേ ഉള്ളൂ. ഇത് പുറത്തിറങ്ങി സോളിഡിഫൈ ചെയ്തിട്ട്, കാരണം ഭൂമിയുടെ സർഫസിൽ, ഭൂമിയുടെ ഉള്ളിലാവുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ടാണ് അവൻ ആ ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെ നിൽക്കുന്നത്. ബട്ട് വൺസ് ഇറ്റ് റീച്ച് അറ്റ് ദി സർഫസ്, അറ്റ്മോസ്ഫിയറുമായിട്ട് കണക്ഷൻ വരുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് ഈ ചൂട് ഡെസിപ്പേറ്റ് ചെയ്ത് പോവുകയും ഇവൻ തണുത്ത് താരതമ്യേന സോളിഡായിട്ട് മാറുന്ന കണ്ടീഷനാണ് പറയാൻ പറ്റുക. നോർമലി ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിലുള്ള റോക്കുകളാണ്. ഇവൻ ക്രിസ്റ്റലൈനാണ്, വളരെ സോളിഡായിട്ടുള്ള, വളരെയധികം എന്താ പറയുക, സോളിഡായിട്ട് നിൽക്കുന്ന ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ കാണിക്കുന്നയാളാണ് ആഗ്നേയശിലകൾ എന്ന് പറയുക. ആൻഡ് ദീസ് ഡസ് നോട്ട് ഹാവ് ഫോസിൽ. ഇവയിൽ എന്ത് കാണില്ലടേ? ഫോസിൽസ് കാണില്ല. കാര്യം എന്തുകൊണ്ടാണ്? ചിന്തിക്കാമോ നിങ്ങൾക്ക്? ആഗ്നേയശിലകളിൽ ഇപ്പോൾ ഇതൊക്കെയാണ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കും. ഞാൻ പറഞ്ഞില്ലേ, ക്യാരക്ടേഴ്സ് ഓഫ് ദി റോക്സ് നിങ്ങൾ പഠിക്കണം എന്ന് പറയുമ്പോൾ ഈ ക്യാരക്ടേഴ്സ് ഒക്കെയാണ് പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ ഇഗ്നിയസ് റോക്സ് കണ്ടെയ്ൻസ് ഫോസിൽ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ ദ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ആക്ച്വലി റോങ്. ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻസ് ഫോസിൽ. വൈ നോട്ട്? എടാ, ഇഗ്നിയസ് റോക്ക് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇത് ഫയറാണ്. ഇത് ലാവയോ മാഗ്മയോ സോളിഡിഫൈ ചെയ്തുണ്ടാകുന്ന റോക്കാണെന്ന് നമ്മൾ കണ്ടതാണ്, പഠിച്ചതാണ്. ഈ ലാവ മാഗ്മ എന്നൊക്കെ പറയുന്ന സാധനം ഭൂമിക്കടിയിൽ ഇങ്ങനെ ഉരുകി നിൽക്കുക, അതായത് പാറ പോലും ഈ മാൻഡിലിൽ നിൽക്കുന്ന സമയത്ത് ഉരുകി ഒലിച്ച ഫോമിലാണ് കാണുന്നത്, സോളിഡായിട്ടുള്ള പാറ പോലും. ആ ഉരുകി അത്ര കണ്ട് ടെമ്പറേച്ചർ മാൻഡിലുണ്ടെന്ന് സാരം. അപ്പോൾ പാറകൾ പോലും, ശിലകൾ പോലും ഉരുകി ഒലിക്കുന്ന ഫോമിൽ കാണുന്ന മാൻഡിലിൽ എങ്ങനെയാകും ഫോസിൽസിന് നിലനിൽക്കാൻ പറ്റുക? ഒരിക്കലുമില്ല. ഫോസിലും ഈ പറയുന്ന പോലെ ആ ഒരു ഡെപ്തിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും കരിഞ്ഞു പോയിട്ടുണ്ടാവും, അല്ലേ? ഫോസിലുകൾ ഇല്ലാണ്ടായി പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഈ മാഗ്മ പുറത്തു വന്ന് തണുത്തുറഞ്ഞുണ്ടാവുന്ന ശിലകളിൽ എങ്ങനെ ഫോസിലിൻ്റെ പ്രസൻസ് കാണും? ഒരു കാരണവശാലും കാണത്തില്ല. ശരിയല്ലേ? കാരണം അത്ര കണ്ട് ടെമ്പറേച്ചർ ഈ നയവും വരുന്നത്. ആ ടെമ്പറേച്ചറിൽ ഫോസിൽസിനൊന്നും സർവൈവ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഈ മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് പാറ തന്നെ ഉരുകി മോൾട്ടൺ ആവെന്ന് പറയുമ്പം ഫോസിലിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഫോസിലൊന്നും ഇല്ലാണ്ടായിട്ടുണ്ടാവും അവിടെയൊക്കെ. അപ്പോൾ ഈ പാറകളിൽ അതുകൊണ്ട് തന്നെ എന്ത് കാണാൻ സാധിക്കില്ല എന്ന് വ്യക്തമാണ്, ഫോസിലുകൾ ഉണ്ടാവില്ല. സോ ഇഗ്നിയസ് റോക്സ് ആർ ഫണ്ടമെൻ്റലി നോൺ ഫോസിലിഫെറസ് റോക്സ്. ഓക്കെ, അപ്പോൾ ഇഗ്നിയസ് റോക്കുകൾ എന്താണ്? നോൺ ഫോസിലിഫെറസ് എന്ന നേച്ചർ കാണിക്കുന്ന ശിലകളാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഉദാഹരണമാണ് ഗ്രനൈറ്റ്, ഗാബ്രോ, ബസാൾട്ട് എന്നിവയെല്ലാം ഇഗ്നിയസ് റോക്കുകൾക്ക് ഉദാഹരണമാണ്. There are 3 types of igneous rock based on the place and time taken in cooling of the molten matter. അപ്പോൾ ആഗ്നേയശിലകളെ നമുക്ക് 3ആയിട്ട് തരംതിരിച്ച് പഠിക്കാം. അതിൻ്റെ പ്ലേസ് ഓഫ് ഒക്കറൻസ്, അത് എവിടെ ഉണ്ടാവുന്നത് എന്നുള്ളതും അത് എത്ര സമയമെടുത്ത് തണുത്തുറയുന്നു എന്നതിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് 3ആയിട്ട് ആഗ്നേയശിലകളെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ് ആ 3 നോക്കാം നമുക്ക്. ആദ്യത്തെ ക്ലാസ്, അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ. ആഗ്നേയശില എന്നാൽ നമ്മുടെ ഭൂമിക്കടിയിലുള്ള മാഗ്മ പുറത്ത് വന്ന് തണുത്തുറഞ്ഞുണ്ടാകുന്ന, അത് പുറത്ത് വരണമെന്നും നിർബന്ധമില്ല, അത് ഞാൻ ഈ ക്ലാസിഫിക്കേഷനിൽ പറയാം. എന്തായാലും ഭൂമിക്കടിയിലുള്ള മാഗ്മ ക്രസ്റ്റിൻ്റെ ഒന്നുകിൽ സർഫസ് അല്ലെങ്കിൽ സബ് സർഫസ് റീജിയനുകളിൽ വന്ന് തണുത്തുറഞ്ഞ് ഉണ്ടാകുന്ന ശിലയെ വിളിക്കുന്ന പേരാണ് ആഗ്നേയശില. ഫയർ എന്ന് തന്നെ മീനിങ്ങുള്ള വാക്കാണ് ഇഗ്നിയസ്. ഇവന്മാരാണ് പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ട്? ഇവരിൽ നിന്നാണ് മറ്റ് ശിലകളെല്ലാം രൂപീകൃതം ആകുന്നതായി കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇവനെ നമ്മൾ പ്രാഥമിക ശില, പ്രൈമറി റോക്ക് എന്ന് വിളിക്കുന്നു. ഇവയിൽ ഫോസിലുകളുടെ പ്രസൻസ് ഉണ്ടാവില്ല, ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ കാണിക്കുന്നവന്മാരായിരിക്കും. ഫോസിലിൻ്റെ പ്രസൻസ് എന്തുകൊണ്ട് ഉണ്ടാവില്ല എന്ന് നമ്മളിപ്പോൾ സൂചിപ്പിച്ചു.
അവ ഒക്കർ ചെയ്യപ്പെടുന്ന ഡിസ്റ്റൻസിലോ അല്ലെങ്കിൽ ഒക്കർ ചെയ്യപ്പെടുന്ന പ്രദേശം ഏതെന്നോ അല്ലെങ്കിൽ എത്രത്തോളം സമയം എടുത്തിട്ടാണ് അവൻ കൂൾ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലോ ഒക്കെ എനിക്കിവനെ വീണ്ടും ഫർദർ 3 ക്ലാസിഫൈ ചെയ്യാം. ആരെയാണ്? ഇഗ്നിയസ് റോക്കുകളെ 3 ക്ലാസിഫൈ ചെയ്യാം. അതിൽ ആദ്യത്തെ ആൾ പ്ലൂട്ടോണിക് റോക്സ്. രണ്ടാമത്തെ ആൾ വോൾക്കാനിക് റോക്സ്. മൂന്നാമത്തെ ആൾ ഇൻ്റർമീഡിയറ്റ് റോക്സ്. അപ്പോൾ പ്ലൂട്ടോണിക് ഉണ്ട്, വോൾക്കാനിക് ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് ഉണ്ട്. PVI, പ്ലൂട്ടോണിക്, വോൾക്കാനിക് ആൻഡ് ഇൻ്റർമീഡിയറ്റ് റോക്സ്. പരിശോധിച്ചാലോ നമുക്ക് ഇവർ ഓരോരുത്തരും ആരൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കളയാം. ആരാണ് പ്ലൂട്ടോണിക് റോക്സ്? ദ പ്ലൂട്ടോണിക് റോക്സ് ഈസ് അതർവൈസ് കോൾഡ് ആസ് ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്ക്. ഇതെന്ന് വിളിക്കാറുണ്ട് അവരെ ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്ക് എന്ന് വിളിക്കാറുണ്ട്. പ്ലൂട്ടോണിക് റോക്കിനെയാണ് ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്ക് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വിളിക്കും. ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്കുകളെ വിളിക്കുന്ന പേരാണ് പ്ലൂട്ടോണിക് എന്നും പറയാം. അങ്ങോട്ടും പറയാം ഇങ്ങോട്ടും പറയാം, കുഴപ്പമൊന്നുമില്ല. ബട്ട് രണ്ടും ഒന്നാണ്. അത് ഓർത്ത് അത് ഇൻട്രൂസീവ്. എന്തൂസീവാണ്? ഇൻട്രൂസീവ്. അപ്പോൾ എന്താ ഇൻട്രൂസീവ് എന്ന് പറയുമ്പോൾ? ഇൻട്രൂസീവ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയർ, ഉള്ളിൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നിങ്ങളോട്, ലാവ തണുത്തുറയുന്നത് സർഫസിൽ തന്നെയാണെന്ന് നിർബന്ധമില്ല. സബ് സർഫസ് ആയാലും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഭൂമിയുടെ അടിയിലായാലും ലാവയ്ക്ക് ഉറയാം. പക്ഷേ മാൻഡിലിൽ നിന്നത് മാറിയിട്ടുണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. ക്രസ്റ്റൽ ഫോർമേഷൻസിൽ ക്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഈ മാഗ്മ എത്തിക്കഴിയുമ്പോൾ താരതമ്യേന തണുപ്പുള്ള റീജിയൻ ആയതുകൊണ്ട് ടെമ്പറേച്ചർ ചുറ്റും കളഞ്ഞ് അവൻ സോളിഡിഫൈ ചെയ്ത് റോക്കായിട്ട് മാറുന്ന കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എപ്പോഴും സർഫസിന് മുകളിൽ വന്നാൽ മാത്രമാണ് ആഗ്നേയശില ഉണ്ടാകുന്നത് എന്ന് നിർബന്ധം പിടിക്കാനൊന്നുമില്ല. സർഫസിൽ വന്നാൽ ആഗ്നേയശില തന്നെയാണ്. സർഫസിനടിയിലും മണ്ണിനടിയിലും എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ആഗ്നേയശിലകളുടെ ഫോർമേഷൻ പറയാനായിട്ട് സാധിക്കും. മണ്ണിനടിയിലേക്കുള്ള പല ഗ്യാപ്പുകളിലോട്ടൊക്കെ ഈ മാഗ്മ ഫില്ല് ചെയ്യപ്പെട്ട് അവിടെ ഇരുന്ന് തണുത്തുറഞ്ഞൊക്കെ രൂപീകൃതമാകാമല്ലോ. If magma cools slowly at great depth, mineral grains formed in the rock may be very large. Such rocks are called intrusive rocks or plutonic rocks. അങ്ങനെ താരതമ്യേന അത്യാവശ്യം ആഴങ്ങളിൽ ഭൂമിയുടെ സർഫസിൽ നിന്ന് ഒരു അത്യാവശ്യം കൺസിഡറബിൾ ആയിട്ടുള്ളൊരു ഡെപ്തിലുള്ള ഏതെങ്കിലുമൊക്കെ ഗ്യാപ്പുകളിലൊക്കെ ഈ മുകളിലേക്ക് വരുന്ന മാഗ്മ, മുകളിലേക്ക് വരുന്ന റൂട്ടിൽ തന്നെ എവിടെയെങ്കിലും ചിലപ്പോൾ കുറച്ച് മാറിയിട്ട് അവിടെ ഒരു ഗ്യാപ്പോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഈ മുകളിലോട്ട് വരുന്ന ഫിഷർ ചാനലിൽ തന്നെ സൈഡിലോട്ട് ചിലപ്പോൾ വലിയ ഗ്യാപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനകത്തൊട്ടൊക്കെ മാഗ്മ ഫില്ല് ചെയ്യപ്പെട്ട സാധനം അവിടെ ഇരുന്ന് തണുത്തുറയും. പക്ഷെ ഒരുപാട് സമയം എടുക്കുന്നത് തണുക്കാൻ. സർഫസിലെത്തുന്ന മാഗ്മ തണുക്കുന്ന പോലെ അത്ര കണ്ട് ഫാസ്റ്റായിട്ട് ആരും തണുക്കത്തില്ല. ഈ ഭൂമിക്ക് ഉള്ളിലുള്ള മാഗ്മ തണുക്കത്തില്ല, സ്വാഭാവികമാണല്ലോ. അത് ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് തണുക്കാൻ എടുക്കുന്ന സമയം കൂടുതലായിരിക്കും. ശരിയല്ലേ? ഭൂമിയുടെ സർഫസിൽ നിന്ന് എത്രത്തോളം ആഴത്തിലാണോ ഈ മാഗ്മ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്, ആഴം കൂടുന്നതിനനുസരിച്ച് ഇത് തണുത്തുറയുവാനുള്ള സമയവും കൂടുതലെടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ സർഫസിലാണെങ്കിൽ പെട്ടെന്ന് തണുക്കും, കുറച്ചുകൂടി താഴെയാണെങ്കിൽ കുറച്ചുകൂടി സമയം എടുക്കും, വീണ്ടും താഴെയാണെങ്കിൽ കൂടുതൽ സമയം എടുത്തിട്ടാണ് തണുക്കുക. അപ്പോൾ ഈവൻ ഇൻട്രൂസീവ് ആണെന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിൽ തന്നെ ഉണ്ടാവുന്ന ചില ഗ്യാപ്പുകളിലൊക്കെ ഇങ്ങനെ മാഗ്മ ഫില്ല് ചെയ്യപ്പെട്ട് തണുത്തുറഞ്ഞുണ്ടാവുന്നവനാണ്. സോ ഇറ്റ് ടേക്സ് കൺസിഡറബിൾ ടൈം ഫോർ കൂളിങ്ങിന് അത്യാവശ്യം സമയം എടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ റോക്കുകളുടെ മിനറൽ സൈസ് നോക്കിക്കഴിഞ്ഞാൽ താരതമ്യേന വലിപ്പമുള്ള മിനറൽസ് ആയിരിക്കും കാണാൻ പറ്റുക. വലിപ്പമുള്ള മിനറൽ സൈസ്, ഗ്രെയിൻ സൈസ് ഇച്ചിരി വലിപ്പമുള്ളതായിട്ടായിരിക്കും കാണാൻ പറ്റുക. സ്ലോ ആയിട്ടുള്ള കൂളിംഗ് ആയതുകൊണ്ട്. റാപ്പിഡ് കൂളിംഗ് ആണ്, പെട്ടെന്ന് കൂൾ ചെയ്യുന്നുണ്ടെങ്കിൽ മിനറൽ സൈസ് ചെറുതായിരിക്കും. ഉദാഹരണം, പ്ലൂട്ടോണിക്കിന് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്. നമ്മൾ ഭൂമിക്കകത്തുനിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുന്ന കെട്ടിട നിർമ്മാണങ്ങളിലൊക്കെ ഒരു ഫിനിഷിംഗ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നതാണ് ഗ്രാനൈറ്റ്. These rock appear on the surface only after being uplifted or denuded. അപ്പോൾ ഇവരുണ്ടാവുന്നത് ഭൂമിക്കടിയിലാണ്. പക്ഷേ ഭൂമിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഭൂമിയുടെ പുറന്തോടിനെ നീക്കം ചെയ്യുന്ന സമയത്തോ ഒക്കെ മാത്രമാണ് ഇവൻ ഭൂമിയുടെ സർഫസിൽ ദൃശ്യമാവുക എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഗ്രാനൈറ്റ് ഭൂമിയുടെ പുറത്ത് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കി വേണം ഏതോ കാലഘട്ടത്തിൽ ഇവിടെ ഒരു ലാൻഡ് മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട്, അങ്ങനെ അടിയിലുണ്ടായിരുന്ന പാറ മുകളിൽ വന്നിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കേണ്ടി വരും കേട്ടോ. അല്ല പൊതുവെ ഗ്രാനൈറ്റുകൾ പുറത്ത് വരാറില്ല. അവർ എന്ത് കാറ്റഗറിയാണ്? ഇൻട്രൂസീവ് കാറ്റഗറിയാണ്. ഭൂമിക്ക് അടിയിലായിരിക്കും ഫോം ചെയ്യുന്നത് കാണാൻ പറ്റുക. ക്ലിയർ ആണല്ലോ? സെറ്റ്. പ്ലൂട്ടോണിക്കിന് ഉദാഹരണങ്ങളെ ഒന്ന് നോക്കി വെച്ചേക്കുക. അപ്പോൾ ഗ്രാനൈറ്റ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതല്ലാണ്ട് ഇനി പേരുകളിൽ ചിലപ്പോൾ നമ്മൾ പൊതുവെ കാണുന്നതല്ലാതെ വേറെയും പേരുകൾ ചോദിച്ചാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി ഇരുന്നേക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഒന്നറിഞ്ഞിരുന്നേക്കുക ആരൊക്കെ ഉണ്ട് എന്നുള്ളത്. ടൊണലൈറ്റ് ഉണ്ട്, സെനൈറ്റ് ഉണ്ട്, ഡയോറൈറ്റ് ഉണ്ട്, പെരിഡോട്ടൈറ്റ് ഉണ്ട്, അതുപോലെ ട്രോക്ടോലൈറ്റ് ഉണ്ട്, ഗ്രാനൈറ്റ് ഉണ്ട്, ഗാബ്രോ ഉണ്ട്, പെഗ്മാറ്റൈറ്റ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? ടൊണലൈറ്റ് ഉണ്ട്, സിയനൈറ്റ് ഉണ്ട്, ഡയോറൈറ്റ് ഉണ്ട്, പെരിഡോട്ടൈറ്റ് ഉണ്ട്, ട്രോക്ടോലൈറ്റ് ഉണ്ട്, ഗ്രാനൈറ്റ്, ഗാബ്രോ,
പെഗ്മറ്റൈറ്റ്. അപ്പോൾ ഇതിൽ പൊതുവെ വളരെ ഫേമസ് ആയിട്ട് PSCകളിലൂടെയൊക്കെ കുട്ടികൾക്ക് അറിയാവുന്ന രണ്ട് പേരെന്ന് പറയുമ്പോൾ ഗ്രാനൈറ്റും ഗാബ്രോയുമാണ്. അതല്ലാണ്ട് വരുന്ന ആൾക്കാരെ കൂടി ഒന്ന് നോക്കി വയ്ക്കുക. പെരിഡോട്ടൈറ്റൊക്കെ ചോദ്യത്തിൽ വന്നിരിക്കുന്നതാണ്. പെരിഡോട്ടൈറ്റ്, അതുപോലെ പെഗ്മറ്റൈറ്റ്, ഇതൊക്കെ ഒന്ന് ഓർത്തിരുന്നേക്ക്. ഇതൊക്കെ അടുത്ത സാധ്യതയുള്ള ചോദ്യങ്ങളെന്ന് പറയുമ്പോൾ പെരിഡോട്ടൈറ്റും പെഗ്മറ്റൈറ്റും ഒക്കെയാണ്. അപ്പോൾ ഇതിൽ ആരെയെങ്കിലുമൊക്കെ ഓപ്ഷനിൽ തന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ പ്ലൂട്ടോണിക് ഇഗ്നിയസ് റോക്ക് അല്ലെങ്കിൽ ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്ക് എന്നെങ്ങാനും വന്ന് ചോദിച്ചു കഴിക്കാൻ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് ഗ്രനൈറ്റും ഗാബ്രോവും അല്ലാതെ ബാക്കിയുള്ളവരെ കൂടി ജസ്റ്റ് ഈ ഒരു 8 പേരുണ്ട്, ഒന്ന് പേരുകൾ ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക, പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അടുത്തയാളിലേക്ക് പോകാം മക്കളെ. അടുത്തയാൾ വോൾക്കാനിക് റോക്കാണ്. നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ആദ്യം പറഞ്ഞു പ്ലൂട്ടോണിക് ഉണ്ട്, പിന്നെ പറഞ്ഞു വോൾക്കാനിക് ഉണ്ട്. പ്ലൂട്ടോണിക്കിന് നമ്മൾ ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്കുകൾ എന്ന് വിളിച്ചുവെങ്കിൽ വോൾക്കാനിക്കിന് എന്ത് വിളിക്കാം? എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്ക് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്ക് എന്ന് വിളിക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ ലാവ റോക്ക് എന്നും വിളിക്കാം. സഡൻ കൂളിംഗ് ഓഫ് മാഗ്മ ജസ്റ്റ് ബിലോ ദി സർഫസ് ഓഫ് ലാവ ഓർ ലാവ എബവ് ദി സർഫസ് റിസൾട്ട് ഇൻ സ്മോൾ ആൻഡ് സ്മൂത്ത് ഗ്രെയിൻസ് ഇൻ ദി റോക്സ്. ഒന്നുകിൽ സർഫസിലോ അല്ലെങ്കിൽ സർഫസിൻ്റെ തൊട്ടു താഴെയോ ആയിട്ട് മാഗ്മ എത്തി തണുത്തുറഞ്ഞ് ഉണ്ടാകുന്ന സ്ട്രക്ചറുകളെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്ക് അല്ലെങ്കിൽ വോൾക്കാനിക് റോക്ക് എന്ന് പറയുന്നത്. ഈ വളരെ പെട്ടെന്നാണ് ഇപ്പോൾ സർഫസിലെത്തുമ്പോഴോ സർഫസിന് തൊട്ടടുത്ത് നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പെട്ടെന്ന് കൂളിംഗ് നടക്കും. അങ്ങനെ പെട്ടെന്ന് കൂളിംഗ് നടക്കുന്നുണ്ട്. തന്നെ ഇവിടുത്തെ ഗ്രാനുലാർ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ചെറുതായിരിക്കും. മറ്റേതിനേക്കാൾ അപേക്ഷ ഇവിടെ ഗ്രെയിൻ സൈസ് ചെറുതായിട്ടുള്ള മെറ്റീരിയൽസ് ആവും കാണാൻ സാധിക്കുക. Such rocks are called extrusive igneous rocks. For example, basalt. നമുക്ക് നോക്കാം ഉദാഹരണങ്ങൾ ആരൊക്കെയാണെന്ന്. ബസാൾട്ട് ഉണ്ട്, ആൻഡസൈറ്റ് ഉണ്ട്, റയോലൈറ്റ് ഉണ്ട്, സ്കോരിയ ഉണ്ട്, പ്യൂമിസ് ഉണ്ട്, ഒബ്സിഡിയൻ ഉണ്ട്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ളതാണ്. ആൻഡസൈറ്റ് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ ബാക്കിയുള്ളവരൊക്കെ കേട്ടിട്ടുണ്ട്. ബസാൾട്ട് കേട്ടിട്ടുണ്ടാവും, സ്കോറിയ കേട്ടിട്ടുണ്ടാവും, പ്യൂമിസ് കേട്ടിട്ടുണ്ടാവും, ഒബ്സിഡിയൻ കേട്ടിട്ടുണ്ടാവും, റയോലൈറ്റ് കേട്ടിട്ടുണ്ടാവും, ആൻഡസൈറ്റ് കേട്ടിട്ടുണ്ടാവും. അല്ല, ആൻഡസൈറ്റ് ആണ് അതിനകത്ത് കേട്ടിട്ടുണ്ടാവാൻ സാധ്യത കുറവുള്ള. ബാക്കി നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഐറ്റംസ് തന്നെയാണ്. ക്ലിയർ അല്ലേ പിള്ളേരെ? അപ്പോൾ ഓർത്ത് വെച്ചേക്കുന്നത് ഇതിനകത്തൊരു 6 പേരെയാണ് എക്സാമ്പിൾ ആയിട്ടിരിക്കുന്നത് എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്കുകൾക്ക്. ഓക്കെ, മൂന്നാമത്തെ ആളാണ് നമ്മൾ പറഞ്ഞ ഇൻ്റർമീഡിയറ്റ് റോക്സ് അഥവാ ഡൈക്ക് റോക്സ്. നമുക്ക് നോക്കാം ഇൻ്റർമീഡിയറ്റ് റോക്ക്. അപ്പോൾ ആദ്യം പറഞ്ഞത് ഇൻട്രൂസീവും അഥവാ പ്ലൂട്ടോണിക്, രണ്ടാമത് പറഞ്ഞത് എക്സ്ട്രൂസീവുമാണ് അഥവാ വോൾക്കാനിക്. അതിൽ ഇൻട്രൂസീവ് റോക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഡെപ്തിലായിട്ട് കാണപ്പെടുന്ന റോക്ക് സ്ട്രക്ചേഴ്സ് ആണെന്ന് പറഞ്ഞു. എക്സ്ട്രൂസീവ് എന്ന് പറയുമ്പോൾ സർഫസിലോ അല്ലെങ്കിൽ സർഫസിൻ്റെ തൊട്ടടിയിലോ ആയിട്ടൊക്കെ കാണപ്പെടുന്ന സ്ട്രക്ചേഴ്സ് വന്ന് തണുത്തുറയുന്ന സ്ട്രക്ചേഴ്സാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ ഇതിന് രണ്ടിനും ഇടയിലായിട്ടുള്ള സ്ഥലങ്ങളിൽ റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ കാണുന്ന സ്ട്രക്ചേഴ്സിനായിരിക്കും ഇൻ്റർമീഡിയറ്റ് റോക്സ് അഥവാ ഡൈക്ക് എന്നൊക്കെ രീതിയിൽ വിളിക്കുക. ഡൈക്ക് മാത്രമല്ല വേറെ ആൾക്കാരുണ്ട്. ഡൈക്കും സില്ലും ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഹൊറിസോണ്ടലായിട്ട് കാണുകയാണെങ്കിൽ സില്ല്, വെർട്ടിക്കലായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഡൈക്ക് എന്ന രീതിയിൽ പറയേണ്ടി വരും. ഓക്കെ, യെസ്, നോക്കാം നമുക്ക്. നോക്കിക്കേ, ദീസ് റോക്ക് occupy an intermediate position between deep-seated plutonic bodies and the surface lava flows. ഓക്കെ, റൈറ്റ്. ജസ്റ്റ് പൊസിഷൻ പറയുകയാണ്. അപ്പോൾ ഇതിന് ഉദാഹരണങ്ങൾ ചോദിച്ചാൽ നമുക്ക് ഡൈക്ക് പറയാം. കാരണം അതിൽ വെർട്ടിക്കലി നിൽക്കുന്ന നിർമ്മിതികളെ വിളിക്കുന്ന പേരാണ് ഡൈക്ക്. ഹൊറിസോണ്ടലി നിൽക്കുന്നവന്മാരെ നമുക്ക് സില്ലെന്ന് വിളിക്കാം കേട്ടോ. സില്ലും ഡൈക്കും ഒന്ന് പേരിട്ട് നോട്ടിട്ടിരുന്നാൽ മതി. വെർട്ടിക്കലിയാണ് നിൽക്കുന്നതെങ്കിൽ അവരെ ഡൈക്കെന്നും, ഹൊറിസോണ്ടലി നിൽക്കുകയാണെങ്കിൽ അവരെ സില്ലെന്നും വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലെവലിൽ, ഇൻ്റർമീഡിയറ്റ് ലെവലിൽ താരതമ്യേന വിസ്തൃതമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഫോം ചെയ്യുന്ന വോൾക്കാനിക് ഡെപ്പോസിറ്റുകളെ വിളിക്കുന്ന പേരാണ് ബാത്തോലിത്ത്. കുറച്ച് ആഴത്തിൽ കാണുന്നവനാണ് ബാത്തോലിത്ത്. കുറച്ചുകൂടി മുകളിലേക്ക് വരുമ്പോൾ സർഫസിനടുത്തായിട്ട് കാണുന്ന താരതമ്യേന ബാത്തോലിത്തിനേക്കാൾ ചെറിയ വലുപ്പത്തിൽ ലാവ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട് കാണുന്ന സ്ഥലങ്ങളെ വിളിക്കുന്ന പേരാണ് ലാക്കോലിത്ത്. അപ്പോൾ ബാത്തോലിത്തും ലാക്കോലിത്തും എന്നുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ഓർത്തിരുന്നേക്കുക ലാക്കോലിത്ത് എന്ന് പറയുന്ന ആരൊക്കെയാണ്. ഇവന്മാരെല്ലാം നമ്മൾ പ്ലൂട്ടോണിക്കിൽ തന്നെ പെടുത്താൻ പറ്റും. അതായത് ഇൻ്റർമീഡിയറ്റിലും പ്ലൂട്ടോണിക്കിലും എന്ന രീതിയിൽ നമുക്ക് പെടുത്താൻ പറ്റുന്ന ആൾക്കാരാണ് കേട്ടോ. റൈറ്റ്, ഓർത്തേക്ക്. ബാത്തോലിത്ത് ഒരു വലിയ സ്ട്രക്ചറായിരിക്കും. ഭൂമിക്കടിയിൽ കാണുന്ന ഒരു വലിയ സ്ട്രക്ചറായി അത്യാവശ്യം ഡെപ്തിലായിരിക്കും കാണുക. ലാക്കോലിത്ത് താരതമ്യേന അതിനേക്കാൾ ചെറിയ സ്ട്രക്ചേഴ്സ് ആയിരിക്കും, ചെറിയ ചെറിയ ഗ്യാപ്പുകളായിരിക്കും. ഇത് വലിയൊരു ഗ്യാപ്പിൽ ലാവ നിറഞ്ഞതും ലാക്കോലിത്ത് ചെറിയൊരു ഗ്യാപ്പിൽ ലാവ നിറഞ്ഞതുമായിരിക്കും. ഡെപ്തിലും വ്യത്യാസം ഉണ്ടാകും കേട്ടോ. പിന്നുള്ളത് ഡൈക്ക്, സില്ല് എന്ന് പറയുന്ന ആൾക്കാരെയും കൂടി പറഞ്ഞിട്ടുണ്ട് ഇൻ്റർമീഡിയറ്റിൻ്റെ കാറ്റഗറിക്കകത്ത്. റൈറ്റ്, യെസ്. ഇനി നമുക്ക് ഈ അഗ്നേയശിലകളെ സിലിക്ക കണ്ടൻറ്റിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ. ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ക്ലാസിഫൈ ചെയ്തത് ബേസ്ഡ് ഓൺ ദി ഒക്കറൻസ് ആണ്, അല്ലെങ്കിൽ ഡെപ്തിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയാണ് ഉണ്ടാവുന്നു ആ ഒരു പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ കൂളിങ്ങിന് എടുക്കുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇപ്പോൾ ഇൻ്റർമീഡിയറ്റിൻ്റെ കാര്യത്തിൽ കൂളിങ്ങിന് എടുക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും അതുകൊണ്ടാണ് കൂടുതൽ അതിൻ്റെ ഡിഫിനിഷനിലേക്ക് കൂടുതൽ കൊണ്ടുപോകാത്തത്. കാരണം നിങ്ങൾ പ്ലൂട്ടോണിക്കിനും
ഡീറ്റെയിൽസ് പഠിച്ചു, വോൾക്കാനിക്കിൻ്റെ ഡീറ്റെയിൽസ് പഠിച്ചുവല്ലോ. ഈ പ്ലൂട്ടോണിക്കിൻ്റെയും വോൾക്കാനിക്കിൻ്റെയും ഇടയിൽ നിൽക്കുന്ന പ്രോപ്പർട്ടീസ് ആയിരിക്കും ആർക്ക് കൊടുക്കേണ്ടത്? ഇൻ്റർമീഡിയറ്റ് റോക്സിന് കൊടുക്കുന്നത്. ഗ്രെയിൻ സൈസ് ചോദിച്ചാൽ തീരെ ചെറുതുമല്ല തീരെ വലുതുമല്ല, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാത്തത്. അതങ്ങനെ തന്നെ നിങ്ങൾ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചു വിടണം എന്നുള്ളതാണ്. അപ്പോൾ ഡെപ്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കൂളിങ്ങിന് എടുക്കുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലാതെ സിലിക്ക കണ്ടൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഇവന്മാരെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അസിഡിക് ഇഗ്നിയസ് റോക്ക്, അതുപോലെ ബേസിക് ഇഗ്നിയസ് റോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇതാണ് അസിഡിക് ഇഗ്നിയസ് റോക്ക്. അസിഡിക് ഇഗ്നിയസ് റോക്ക് അതർവൈസ് കോൾഡ് ആസ് ഫെൽസിക്, FELSIC, ഫെൽസിക് റോക്ക് എന്ന് വിളിക്കുവേ. അസിഡിക്കിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫെൽസിക്. അതുപോലെ ബേസിക് ഇഗ്നിയസ് റോക്ക്, ബേസിക്കിനെ വിളിക്കുന്ന പേരാണ് മാഫിക്. ഇതൊന്ന് വിളിക്കൂടെ, മാഫിക് റോക്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഫെൽസിക്കും മാഫിക്കും എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യപ്പെടുന്നതാണെന്ന് ചോദിച്ചാൽ ബേസ്ഡ് ഓൺ ദി സിലിക്ക കണ്ടന്റ് ഓഫ് ദി റോക്ക്, റോക്കിലുള്ള സിലിക്ക കണ്ടന്റിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നതാണ്. ആസിഡിക് ഇഗ്നിയസ് റോക്ക് അഥവാ ഫെൽസിക് ഇഗ്നിയസ് റോക്ക്, ബേസിക് ഇഗ്നിയസ് റോക്ക് അഥവാ മാഫിക് ഇഗ്നിയസ് റോക്ക്. അതിൽ ആസിഡിക് റോക്സ്, ഫോർ എക്സാമ്പിൾ ഗ്രാനൈറ്റ് ഉദാഹരണമാണ് ആസിഡിക്കിന്. ബേസിക്കിൻ്റെ കാര്യം വരുമ്പോൾ ഗാബ്രോ, ഡോളറൈറ്റ്, ബസാൾട്ടൊക്കെ അതിന് ഉദാഹരണമാണ്. വളരെയധികം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ബസാൾട്ട് ബേസിക്കിന്, ബി രണ്ടും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. ബസാൾട്ട് ബേസിക്കിന് ഉദാഹരണമാണെന്ന് പറഞ്ഞിട്ട് ഓർക്കാറുണ്ട്. സി ആസിഡിക് റോക്സ് ആർ റിച്ച് ഇൻ സിലിക്ക. അപ്പോൾ സിലിക്ക കണ്ടൻറ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ ക്ലാസ് വരുന്നത് പറഞ്ഞുവല്ലോ. അപ്പോൾ സിലിക്ക കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ള ശിലകളാണ് അസിഡിക് റോക്സ്, വിച്ച് ഈസ് ഹാവിങ് അബൌട്ട് 63 ഗ്രേറ്റർ ദാൻ 63% ഓഫ് സിലിക്ക കണ്ടൻറ്റ് വിതിൻ ദംസെൽവ്സ്. സിലിക്ക കണ്ടൻറ്റിൻ്റെ അളവ് 63% കൂടുതലുള്ളതാണ് ഫെൽസിക് റോക്സ് അല്ലെങ്കിൽ അസിഡിക് ഇഗ്നിയസ് റോക്സ് എന്ന് പറയാം. ആൻഡ് അസിഡിക് ഇഗ്നിയസ് റോക്സിൻ്റെ കാര്യത്തിൽ ദേ ആർ ലൈറ്റ് കളേർഡ്, ലെസ് ഡെൻസ് ആൻഡ് വിസ്കസ്. വൈൽ ബേസിക് റോക്സ്, അതായത് അസിഡിക്കിൻ്റെ കാര്യത്തിലുള്ള പ്രോപ്പർട്ടീസ് ഓർത്ത് വെച്ചോ, അല്ലെങ്കിൽ ഫെൽസിക് റോക്സിൻ്റെ പ്രോപ്പർട്ടീസ് ഓർത്ത് വെച്ചോ. ഒന്ന്, അവന്മാർ ലൈറ്റ് കളേർഡാണ്. രണ്ട്, അവന്മാർ ലെസ് ഡെൻസറാണ്. മൂന്ന്, അവന്മാർ വിസ്കസ് ആണ്. വിസ്കസ് എന്ന് പറഞ്ഞാലോ ഒഴുകാൻ വിസമ്മതിക്കുന്നവരാണ്. ഒഴുകാൻ അത്ര കണ്ട് എളുപ്പമുള്ളവരല്ല, അവരധികം ഒഴുകത്തില്ല എന്ന് പറയാം. വൈൽ ബേസിക് റോക്ക് ലൈക്ക് ബസാൾട്ട് ആർ സിലിക്ക പുവർ. ബസാൾട്ടിൻ്റെ കാര്യത്തിൽ, അതായത് ബേസിക് ഇഗ്നിയസ് റോക്കിൻ്റെ കാര്യത്തിൽ അവർ സിലിക്ക പുവർ ആണ്. 45 മുതൽ 55% താഴെയാണ് സിലിക്ക കണ്ടന്റ് ഉണ്ടാവുക. ഡാർക്കറാണ്. നമ്മുടെ ഇന്ത്യൻ ജിയോഗ്രഫി നമ്മൾ പഠിച്ചപ്പോൾ ഡെക്കാൻ ട്രാപ്സ് പഠിച്ചല്ലോ, ആ ഭാഗത്ത് കാണുന്നത് ബ്ലാക്ക് സോയിലാണ്. അതിന് കാരണക്കാരനായവൻ ബസാൾട്ടാണ്. ബസാൾട്ടിന് ഇറോഷൻ സംഭവിച്ചിട്ട്, അവിടെ ഡെക്കാൻ ട്രാപ്സ് എന്ന് പറയുന്ന റീജിയൻ ലാവ ട്രാപ്പാണ്. അവിടെ ബസാൾട്ട് ശില ഇഷ്ടംപോലെ കാണാൻ പറ്റും. ആ ബസാൾട്ടിന് ഇറോഷൻ സംഭവിച്ചുണ്ടായതാണ് അവിടുത്തെ ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് കളർ ആണെന്നുള്ളത് കൊണ്ട് തന്നെ ബസാൾട്ട് വരുന്നിടത്ത് ഡാർക്കറായിട്ടുള്ള ഷെയ്ഡായിരിക്കും വരിക എന്നുള്ളത് വ്യക്തമാണ്. അതുപോലെ അവർക്ക് ഡെൻസിറ്റി കൂടുതലാണ്. അവർ അയൺ മെഗ്നീഷ്യം കണ്ടൻറ്റിൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. സിലിക്ക കുറവും അയൺ മെഗ്നീഷ്യം കൂടുതലുമാണ്. അയൺ മെഗ്നീഷ്യം കണ്ടൻറ്റിനേക്കാൾ കുറവാണ് സിലിക്ക. മറ്റേതിൽ തിരിച്ചാണ്. അയൺ മെഗ്നീഷ്യം കണ്ടൻറ്റ് അവിടെയുണ്ട്, അയൺ മെഗ്നീഷ്യം ഒക്കെ, പക്ഷേ അയൺ മെഗ്നീഷ്യം കണ്ടൻറ്റിനേക്കാൾ കൂടുതലാണ് എന്ത്, സിലിക്ക. അസിഡിക്കിൻ്റെ കാര്യത്തിലും അയണും മെഗ്നീഷ്യവും കാണാൻ പറ്റും, പക്ഷേ അസിഡിക്കിൽ അയണും മെഗ്നീഷ്യം കണ്ടൻറ്റിനേക്കാൾ കൂടുതൽ എന്തുണ്ട്, സിലിക്കയുണ്ട്. ഇവിടെ നേരെ തിരിച്ചുമാണ്, അയൺ മെഗ്നീഷ്യം കണ്ടൻ്റ് ആണ് കൂടുതൽ. ആൻഡ് ദേ ഫ്ലോ ഈസിലി എന്ന് പറഞ്ഞാൽ അവർ ലെസ് വിസ്കസ് ആണ്. അവരെങ്ങനെയാണ്, അവർ ലെസ് വിസ്കസ് ആണ് എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ഒഴുകുന്നതിനധികം വിസമ്മതിക്കുന്നവരൊന്നുമല്ല, ഒഴുകിക്കോളും താരതമ്യേന കേട്ടോ. അസിഡിക് റോക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബേസിക്സ് ആർ മോർ എന്താ പറയുക, ഈസി ടു ഫ്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ അസിഡിക് റോക്കുകൾ എന്ന് പറയുമ്പോൾ അവർ വളരെയധികം, നമ്മളിത് വോൾക്കാനിസത്തിനകത്ത് നോക്കിയതാണെന്ന് തോന്നുന്നു അല്ലേ. നമ്മൾ അസിഡിക് ഇഗ്നിയസ് റോക്ക് ആകുമ്പോൾ അവന്മാർ ഫോം ചെയ്യുന്നിടം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ റോക്ക് ഫോം ചെയ്ത സോഴ്സിന് അടുത്തൊക്കെ തന്നെയായിരിക്കും അസിഡിക് റോക്കുകളെ കാണാൻ പറ്റുക. അതിനടുത്ത് എവിടെയെങ്കിലും തന്നെയാവും അതിൻ്റെ അഗ്നിപർവ്വതമോ സോഴ്സോ ഉള്ളത്. കാരണം ഇവൻ അധിക ദൂരം ഒഴുകി പോകത്തില്ല. എവിടെ നിന്നാണോ ഉണ്ടായത്, ഒറിജിൻ എവിടെയാണോ അതിനടുത്തൊക്കെ തന്നെയായിരിക്കും ഇവൻ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. കാരണം ഇവൻ അധികം ഒഴുകത്തില്ല എന്നുള്ളതുകൊണ്ട്. വിസ്കോസിറ്റി കൂടുതലാണോ അവൻ അധികം ഒഴുകത്തില്ല. പക്ഷേ ബേസിക്കിൻ്റെ കാര്യത്തിൽ അങ്ങനല്ല. ഇത് ഒറിജിനിൽ നിന്ന് ഒരുപാട് ദൂരം സഞ്ചരിച്ച് പോകാനുള്ള പോസിബിലിറ്റി കാണാൻ സാധിക്കും. അപ്പോൾ ബേസിക് ഇഗ്നിയസ് റോക്ക് കണ്ട് ബസാൾട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിൻ ഇവിടെ തന്നെ ആകണമെന്നൊന്നുമില്ല, കുറച്ച് അകലെ എവിടെയെങ്കിലും ആകാനും സാധ്യതയുണ്ട്. ബിക്കോസ് ദേ ക്യാൻ ഫ്ലോ എന്ന് ഉള്ളതുകൊണ്ട്. ക്ലിയർ ആണല്ലോ, റൈറ്റ്. ഇത്രയും സെഡിമെൻ്ററിയുടെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ന രീതിയിൽ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാം.
രണ്ടാമത്തെ ടൈപ്പിലെ ശില അല്ലെങ്കിൽ രണ്ടാമത്തെ ടൈപ്പിലുള്ള റോക്കാണ് നമ്മൾ പഠിക്കാനുള്ളത് സെഡിമെൻ്ററി റോക്ക്. പേരിൽ തന്നെയുണ്ട്, ഇവൻ സെഡിമെൻറ്റുകളാൽ രൂപീകൃതമായതാണ്. ആ വാക്ക് തന്നെ ലാറ്റിൻ വേർഡായ സെഡിമെൻറ്റം എന്നതിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. സെഡിമെൻറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? സെറ്റിലിംഗ്, വന്നടിയുക എന്നർത്ഥം വരുന്ന വാക്കാണ് സെഡിമെൻറ്റം, ലാറ്റിനാണ്. അതിൽ നിന്നാണ് ഈ സെഡിമെൻ്ററി റോക്ക് എന്ന പേര് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സെഡിമെൻ്ററി റോക്ക് ഫോം ചെയ്യുക എന്നുള്ളത് വളരെ വ്യക്തമായി ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. സെറ്റിലിംഗ് ഓഫ് പാർട്ടിക്കിൾസ് ഫോർ എ ലോങ് ഡ്യൂറേഷൻ ഓഫ് ടൈം. ഒരുപാട് ദീർഘകാല അടിസ്ഥാനത്തിൽ പാർട്ടിക്കിൾസിൻ്റെ സെറ്റിലിംഗ് സംഭവിച്ച് ആ സെറ്റിലിങ്ങിന്മേലുള്ള പ്രഷർ കാരണം താഴെയുള്ള പ്രദേശങ്ങളിലെ ഈ എന്താ പറയുക ഡെപ്പോസിറ്റ്സ് റോക്കായി മാറിയിട്ടാണ് സെഡിമെൻ്ററി റോക്ക് ഫോം ചെയ്യുക. ഓക്കെ, നിങ്ങൾ തന്നെ ആലോചിച്ചാൽ കുറച്ചിങ്ങനെ മാവ്, നിങ്ങൾ കുറച്ച് പൊടി ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നു, അതിൻ്റെ പുറത്ത് വീണ്ടും പൊടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം കഴിയുന്ന സമയത്ത് ഏറ്റവും താഴെയുള്ള ഇട്ട പൊടി എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലുള്ള പൊടികളുടെ ഒക്കെ വെയിറ്റ് കാരണം കംപ്രസ്സായി ഒരു സോളിഡ് പീസായിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ബാക്കി പൊടിയൊക്കെ തട്ടിമാറ്റി അതിനെ എടുത്തു കഴിഞ്ഞാൽ അതൊരു പാറ പോലെ എന്ന രീതിയിൽ ഫോം ചെയ്യും. ദാറ്റ് ഈസ് സെഡിമെൻ്ററി റോക്ക്. ഫോംഡ് ഫ്രം റോക്സ് സെഡിമെൻറ്റ്സ് made from igneous, sedimentary or metamorphic rocks due to denudation processes accumulated and compacted over a long period of time. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ലിത്തിഫിക്കേഷൻ. ലിത്തിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ റോക്ക് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ലിത്തിഫിക്കേഷൻ എന്ന് പറയുക. അപ്പോൾ സെഡിമെൻ്ററി റോക്കുകൾ എങ്ങനെ ഫോം ചെയ്തു എന്നാണ് പറയുന്നത്? അവർ സെഡിമെൻറ്റുകൾ കൂട്ടിയോജിപ്പിക്കപ്പെട്ട്, സെഡിമെൻറ്റുകൾ എന്ന് പറയുമ്പോൾ അവസാദങ്ങൾ കൂട്ടിയോജിപ്പിക്കപ്പെട്ടുണ്ടായിരിക്കുന്നതാണ്. ആരുടെ സെഡിമെൻറ്റുകളാണ്? അത് ആഗ്നേയശിലകളുടേതാകാം, ഇനി മറ്റ് ചില സെഡിമെൻ്ററി റോക്കുകളുടെ സെഡിമെൻറ്റുകളാകാം, അതോ മെറ്റമോർഫിക് റോക്കുകളുടെ സെഡിമെൻറ്റുകളോ ആകാം. കുഴപ്പമില്ല. അപ്പോൾ ഏത് ശിലയുടെ സെഡിമെൻറ്റുകൾ വന്ന് അടിഞ്ഞുകൂടിയാലും സെഡിമെൻറ്റേഷൻ നടക്കും. ഇഗ്നിയസിൻ്റെ മാത്രമാകണം നിർബന്ധം. ബേസിക്കലി തുടക്കത്തിൽ ഇഗ്നിയസ് ആണ് സെഡിമെൻറ്റിയ ഉണ്ടായിരുന്നത്. അതിനുശേഷം സെഡിമെൻ്ററി റോക്ക് ഉണ്ടായല്ലോ. ആ സെഡിമെൻ്ററി റോക്ക് പിന്നീട് എക്സ്പോസ് ആയിട്ട് അതിനും വീണ്ടും എറോഷൻ നടക്കാമല്ലോ, അത് പിന്നെയും ചെന്ന് എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാമല്ലോ. അതുപോലെ മെറ്റമോർഫിക് ഉണ്ടായത്, മെറ്റമോർഫിക്കും ഇഗ്നീസിൽ നിന്നാണ് ആദ്യം ഉണ്ടായത്. ഇഗ്നീസിന് പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ റിസീവ് ചെയ്യപ്പെട്ടതിന് രൂപമാറ്റം സംഭവിച്ച് മെറ്റമോർഫിക്കായി. ആ മെറ്റമോർഫിക് റോക്കുകൾക്കും എറോഷൻ സംഭവിക്കാമല്ലോ, അതും എവിടെയെങ്കിലും പോയി ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട് സെഡിമെൻ്ററി ആവാം. അപ്പോൾ ഇഗ്നിയസ് റോക്കുകളായിക്കോട്ടെ, സെഡിമെൻ്ററി ആയിക്കോട്ടെ, ഈ പറയുന്ന ഏത് റോക്കിൽ നിന്ന് വേണമെങ്കിലും എന്തിന് ഫോം ചെയ്യാം? സെഡിമെൻ്ററി റോക്കുകൾക്ക് ഫോം ചെയ്യാം. ഒരുപാട് കാലങ്ങളെടുക്കും അതിന് എന്ന് മാത്രമാണ് ഉള്ളത്. ആൻഡ് ദേ ലെയർ ബൈ ലെയർ ആയിട്ട് മെറ്റീരിയൽ വന്നിങ്ങനെ വീണ് കുറച്ച് മെറ്റീരിയൽ വന്ന് വീണു, അതിൻ്റെ പുറത്ത് വീണ്ടും അടുത്ത വേറെ മെറ്റീരിയൽ വന്ന് വീണു, അതിൻ്റെ പുറത്ത് വീണ്ടും അടുത്ത് വേറെ മെറ്റീരിയൽ വന്ന് വീണു. ഇങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് വെവ്വേറെ മെറ്റീരിയലുകൾ വന്ന് വീണ് ഡെപ്പോസിഷൻ നടന്നുകൊണ്ടാണ് ഇവൻ ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വി ക്യാൻ സേ ദേ ആർ ഓൾവേസ് സ്ട്രാറ്റിഫൈഡ്. അവർ എപ്പോഴും എന്തായിരിക്കും ഇവിടെ? സ്ട്രാറ്റിഫൈഡ് ആയിരിക്കും. അതായത് ലെയർ ബൈ ലെയർ അറേഞ്ച്മെൻറ്റ് എനിക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നവനായിരിക്കും സെഡിമെൻ്ററി റോക്കുകൾ. മാത്രമല്ല ഇവ ലെയർ ബൈ ലെയർ അറേഞ്ച് ചെയ്യപ്പെടുന്നു നമ്മൾ പറഞ്ഞുവല്ലോ. ഈ സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഡെഡായിട്ടുള്ളൊരു ആനിമലിൻ്റെ റെമിനൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആനിമലിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ആ ഒരു റെമിനൻറ്റിൻ്റെ പുറത്ത് വീണ്ടും അടുത്ത മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും അതിൻ്റെ പുറത്ത് വീണ്ടും അടുത്ത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ പോവുകയും ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു കംപ്രഷൻ മാത്രമേ അവിടെ ഉണ്ടാവണുള്ളൂ, അല്ലാതെ ഉയർന്ന ടെമ്പറേച്ചറിലേക്കൊന്നും പോകുന്നില്ല, ജസ്റ്റ് കംപ്രഷനിലാണ് നിൽക്കണേ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ പറയുക, അകപ്പെട്ടു പോയ ആ ഒരു ഡെഡ് റിമെയിൻസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്, പ്ലാന്റ്സിൻ്റെയോ അനിമൽസിൻ്റെയോ ഡെഡ് റിമെയിൻസ് അതിൽ അകപ്പെട്ടു പോയത് അതങ്ങനെ തന്നെ പ്രിസർവ്ഡ് ആയിരിക്കും. എനിക്ക് കുറേ കാലം കഴിഞ്ഞ് ഞാൻ ഈ റോക്ക് എടുത്ത് പരിശോധിക്കുമ്പോൾ എനിക്ക് ഈ റോക്കിനിടയിൽ നിന്ന് എന്ത് കൃത്യമായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വേർതിരിക്കാൻ സാധിക്കും? ഫോസിൽസിനെ വേർതിരിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ സെഡിമെൻ്ററി റോക്കുകൾ എന്തിൻ്റെ പ്രസൻസ് കാണിക്കും? ഫോസിൽസിൻ്റെ പ്രസൻസ് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. സോ ദേ ഹാവ് ഫോസിൽ കണ്ടൻറ്റ് ആൻഡ് ദേ ആർ അബ്സല്യൂട്ട്ലി നോൺ ക്രിസ്റ്റലൈൻ ഇൻ നേച്ചർ. ക്രിസ്റ്റലൈൻ നേച്ചറിലുള്ള നമ്മൾ പറഞ്ഞു ഇഗ്നിയസ് റോക്കാണ്. ഇവനോ ആ നേച്ചർ കാണിക്കുന്നവനല്ല. അപ്പോൾ സെഡിമെൻ്ററി റോക്കുകളുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാൽ, ഒന്ന് മെക്കാനിക്കലി ഫോംഡ് എന്ന് പറയും. ഇപ്പോൾ സാൻഡ്സ്റ്റോൺ, ലൈം സ്റ്റോൺ, കൊഗ്ലോമറേറ്റ്, ഷെയിൽ, ലോയസ്, ഈ പറയുന്ന റോക്കുകളൊക്കെ സെഡിമെൻ്ററി ആണ് ആൻഡ് ദേ ആർ ഓൾ ഫോംഡ് മെക്കാനിക്കലി. രണ്ട് കെമിക്കലി ഫോംഡ് ഉണ്ട്. ചേർട്ട്, പൊട്ടാഷ്, ലൈം സ്റ്റോൺ, ഹാലൈറ്റ് എന്നിവയെല്ലാം കെമിക്കലി ഫോംഡ് ആയിട്ടുള്ള, അതായത് കെമിക്കൽ ചേഞ്ച് കാരണം ഉണ്ടായിരിക്കുന്ന കോമ്പോസിഷനാണ്. മൂന്ന് ഓർഗാനിക്കലി ഫോംഡ്. ഗെയ്സറൈറ്റ്, ലൈം സ്റ്റോൺ, ചോക്ക്, കോൾ എന്നിവയെല്ലാം ഓർഗാനിക്കലി ഫോംഡ് ആയിരിക്കുന്ന സെഡിമെൻ്ററി റോക്കാണെന്ന് പഠിക്കും. അപ്പോൾ കോള് കണ്ടോ, കൽക്കരി അപ്പോൾ എന്തിന് ഉദാഹരണമാണെന്ന് പിടിയിട്ടിടെ സെഡിമെൻ്ററി റോക്ക്. കോൾ ഈസ് എ സെഡിമെൻ്ററി റോക്ക്. കോൾ എന്ത് റോക്കാണ്?
സെഡിമെൻ്ററി റോക്കാണ്. ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പോൾ ഈ ഉദാഹരണങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ഓൾ ദീസ് 3 ടൈപ്പ്, മെക്കാനിക്കലി ഫോംഡും കെമിക്കലി ഫോംഡും ഓർഗാനിക്കലി ഫോംഡിൽ നിങ്ങൾ പരിശോധനയിൽ ഒരാളെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റും, നൺ അതർ ദാൻ ലൈംസ്റ്റോൺ. അപ്പോൾ ലൈംസ്റ്റോൺ എന്ന സെഡിമെൻ്ററി റോക്ക് 3 രീതിയിലും ഫോം ചെയ്യാം. മെക്കാനിക്കലിയും ഫോം ചെയ്യാം, കെമിക്കലിയും ഫോം ചെയ്യാം, ഓർഗാനിക്കലിയും ഫോം ചെയ്യാം എന്നുള്ള പിടിയിട്ടു. ക്ലിയർ അല്ലേ? അപ്പോൾ 3-നകത്തും നമുക്ക് ലൈംസ്റ്റോണിൻ്റെ പ്രസൻസ് കാണാൻ സാധിച്ചു. റൈറ്റ്. യെസ്. 3-മത്തെ ടൈപ്പിലുള്ള റോക്ക് എന്ന് പറയുന്നത് മെറ്റമോർഫിക് റോക്കാണ്. മെറ്റമോർഫിക്കിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു കായാന്തരിതം എന്നാണ്. മെറ്റമോർഫിക് മീൻസ് മോർഫിസം എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്നാണ് അർത്ഥം. മെറ്റമോർഫിസം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, ശിലകൾക്ക് ചേഞ്ച് സംഭവിച്ച് മാറ്റം സംഭവിച്ചുണ്ടാകുന്ന ശിലകളെ വിളിക്കുന്ന പേരാണ് മെറ്റമോർഫിക് റോക്ക്. ഇപ്പോൾ ഒരു മെറ്റീരിയൽ, ഒരു റോക്കുണ്ട്, ആ റോക്കിന് ദീർഘകാലാടിസ്ഥാനത്തിൽ ടെമ്പറേച്ചറിൻ്റെയോ പ്രഷറിൻ്റെയോ ഒക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ട് ആ രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറി, അത് കുറേ കൂടെ മെറ്റീരിയൽസ് കുറേ കൂടെ കംപ്രസ്സായി, അല്ലെങ്കിൽ മെറ്റീരിയൽസ് കുറച്ചുകൂടെ അകന്നു, വാട്ട് എവർ ഇറ്റ് ഈസ്, ചേഞ്ചസ് സംഭവിച്ചിട്ട് അത് മറ്റൊരു രൂപത്തിലേക്ക് മാറിക്കഴിയുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് മെറ്റമോർഫിക് റോക്ക്. ഒരിക്കലും ഇതിന് അവസാദം സംഭവിക്കുന്നില്ല, ഇതിന് സെഡിമെൻറ്റേഷൻ ഒന്നും സംഭവിക്കുന്നില്ല, ഇതിന് അടർന്നു പോലെ പരിപാടിയൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളിതിനെ സെഡിമെൻ്ററി റോക്ക് എന്ന് വിളിച്ചേനെ. പക്ഷേ ഇവൻ ഒരു പാറ അങ്ങനെ തന്നെ പ്രഷറിനും ടെമ്പറേച്ചറിനും ഒക്കെ വിധേയമായിട്ട് അതിന് മാറ്റം സംഭവിച്ച് വേറൊരു ഫോമുല എന്ന രീതിയിലേക്ക് മാറുക, അതിൻ്റെ സ്ട്രക്ചറൽ കോമ്പോസിഷനൊക്കെ മാറി വേറൊരു രീതിയിലേക്ക് മാറുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? മെറ്റമോർഫിക് റോക്ക് എന്ന രീതിയിൽ വിളിക്കും. ചേഞ്ചസ് ഉണ്ടാകുന്നതാണ്. സോ ദീസ് റോക്സ് ഫോം അണ്ടർ ദി ആക്ഷൻ ഓഫ് പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ ചേഞ്ചസ്. വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ ചേഞ്ചസ് കാരണം ഉണ്ടാകുന്നവനാണ്. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട്, കണ്ടോ? ഇൻക്രീസിങ് ടെമ്പറേച്ചർ ആൻഡ് ഇൻക്രീസിങ് പ്രഷറിൻ്റെ അടിസ്ഥാനത്തിൽ ഷെയിൽ സ്ലേറ്റായിട്ട് മാറുന്നുണ്ട്. സ്ലേറ്റ് കുറേ കൂടി ടെമ്പറേച്ചറും പ്രഷറും മിഡ് സ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷിസ്റ്റായിട്ട് മാറുന്നുണ്ട്. ആ ഷിസ്റ്റിന് വീണ്ടും എന്താ പറയുക, പ്രഷറിൻ്റെ ടെമ്പറേച്ചറിൻ്റെ ഇതാണെങ്കിൽ അത് നീസായിട്ട് മാറുന്നുണ്ട്, മിഗ്മെറ്റേറ്റ് ആവുന്നു. ഇങ്ങനെ ഒരു രീതിയിലേക്ക് ഫോർമേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. മെറ്റമോർഫിക് ഗ്രേഡ് ഷിഫ്റ്റിങ് കാണിക്കുന്നുണ്ട്. ഫോസിലുകൾ ഇവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയും ചേഞ്ച്, കോമ്പോസിഷനിൽ ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഫോസിലുകളുടെ പ്രസൻസ് നമുക്കിവിടെയും കാണാൻ സാധിക്കില്ല. ബിക്കോസ് ബേസിക്കലി ഇഗ്നിയസ് റോക്കുകൾക്കാണ് ഈ മെറ്റമോർഫിസം സംഭവിക്കുന്നതായിട്ട് നമുക്ക് പറയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമായിട്ട് ഫോസിലിൻ്റെ പ്രസൻസ് നമുക്ക് പറയാൻ ഇല്ല. ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണ്. റീക്രിസ്റ്റലൈസേഷനും റീഓർഗനൈസേഷൻസും ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഇതിന് നടക്കും. അപ്പോൾ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ തന്നെ ഉള്ളവനാണെന്ന് വ്യക്തമാക്കാം. റീക്രിസ്റ്റലൈസേഷൻ നടക്കുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവന് എന്തുണ്ട്, ക്രിസ്റ്റലൈൻ നേച്ചർ ഉള്ളവനാണല്ലോ, അവനാണെങ്കിലല്ലേ റീക്രിസ്റ്റലൈസേഷൻ നടത്താൻ പറ്റും. അപ്പോൾ ക്രിസ്റ്റലൈനിലാണ്. ഇനി ടൈപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 തരത്തിൽ പറയാം. ഒന്ന് ഡൈനാമിക് മെറ്റമോർഫിസവും പറയാം, 2 തെർമൽ മെറ്റമോർഫിസവും പറയാം. പേരിനകത്ത് നിങ്ങൾക്ക് കാര്യം പിടിയിട്ട് കാണും. ഡൈനാമിക് മെറ്റമോർഫിസം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പ്രൈമറി ഡ്രൈവിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഈ ചേഞ്ചസ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രാഥമിക ഫോഴ്സ് എന്ന് പറയുന്നത് ആരായിരിക്കും? മർദ്ദമായിരിക്കും, പ്രഷറായിരിക്കും. പ്രഷറിൻ്റെ എക്സേർഷൻ കാരണമായിരിക്കും ഇവിടെ മെയിനായിട്ട് ഈ റോക്കിൻ്റെ ഫോമിന് വ്യത്യാസം ഉണ്ടാവുക. ടെമ്പറേച്ചറിൻ്റെയും വോളിയം ചേഞ്ചസും ഒക്കെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ചിലപ്പോൾ നടന്നേക്കാം. പക്ഷേ പ്രൈമറി റോൾ ആരുടേതായിരിക്കും? പ്രഷറിൻ്റേതായിരിക്കും. അങ്ങനെ വരുന്നവനെയാണ് ഡൈനാമിക് മെറ്റമോർഫിസം എന്ന് പറയുക. കാര്യമായിട്ടുള്ള കെമിക്കൽ ചേഞ്ചസ് ഒന്നും നമുക്കിവിടെ മെറ്റീരിയലിൽ കാണാൻ പറ്റില്ല. പ്രത്യേകിച്ച് രൂപമാറ്റങ്ങളൊക്കെ ആയിരിക്കും, സർഫസ് പെരിഫറൽ രൂപമാറ്റങ്ങളും പുറത്തു വരുന്ന സർഫസ് ഫീച്ചേഴ്സിലൊക്കെ ഉള്ള വ്യത്യാസങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ഡൈനാമിക് മെറ്റമോർഫിസത്തിൽ നമുക്ക് പറയാൻ പറ്റുക. 2 തെർമൽ മെറ്റമോർഫിസമാണ്. തെർമൽ മെറ്റമോർഫിസം എന്ന് പറയുമ്പോൾ പ്രൈമറി ഏജൻറ്റ് എന്ന് പറയുന്നത് ഹീറ്റ് ആയിരിക്കും. ഹീറ്റ് കാരണം റീക്രിസ്റ്റലൈസേഷൻ സംഭവിച്ച് മെറ്റീരിയലിന് മാറ്റം സംഭവിക്കുന്നതിനാണ് നമ്മൾ തെർമൽ മെറ്റമോർഫിസം എന്ന് പറയുക. അത് തന്നെ 2 തരത്തിൽ പറയാറുണ്ട്. നമ്മളൊന്ന് കോണ്ടാക്റ്റ് മെറ്റമോർഫിസം എന്ന് പറയും. ഇത് പറയും കോണ്ടാക്റ്റ് മെറ്റമോർഫിസം എന്നും പറയും. അതുപോലെ റീജിയണൽ മെറ്റമോർഫിസം എന്നുള്ള രീതിയിൽ നമുക്ക് 2ആയിട്ട് ഹീറ്റിൻ്റെ കാര്യത്തിലും നമുക്ക് പറയാൻ സാധിക്കും. In contact metamorphism, the rocks come in contact with the hot intruding magma. കോണ്ടാക്റ്റ് മെറ്റമോർഫിസം എന്ന് പറയുമ്പോൾ കോണ്ടാക്റ്റ് എന്ന വാക്ക് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു റോക്കിന് മെറ്റമോർഫിസത്തിന് റോക്ക് വിധേയമാവും എപ്പോൾ? വെൻ ദ റോക്ക് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ഇൻട്രൂഡിങ് മാഗ്മ. ഇൻട്രൂഡിങ് മാഗ്മ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിക്കടിയിലേക്ക് വന്ന് കയറുന്ന മാഗ്മ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഭൂമിക്കടിയിലുള്ള ഏതെങ്കിലുമൊക്കെ ഗ്യാപ്പിലൂടി മാഗ്മ ഇങ്ങനെ റൈസ് ചെയ്ത്, പക്ഷേ അതിടയിലുള്ള ഏതെങ്കിലുമൊക്കെ ഗ്യാപ്പിലൊക്കെ കയറി ഫില്ല് ചെയ്ത് നിൽക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഗ്യാപ്പിലേക്ക് മാഗ്മ വന്ന് ഫില്ല് ചെയ്ത് നിൽക്കും. ഇതിന് ചുറ്റുമുള്ള റോക്ക് ഉണ്ടല്ലോ, ഇതിന് ചുറ്റുമുള്ള റോക്ക്, അത് ചിലപ്പോൾ ഇഗ്നിയസ് റോക്ക് തന്നെ ആയിരിക്കും. ഇതിന് ചുറ്റുമുള്ള റോക്ക്, ആ ചുറ്റുമുള്ള റോക്കിൽ ഈ മാഗ്മ വന്ന് ഇവിടെ അടിഞ്ഞു കൂടുമ്പോൾ ഈ മാഗ്മയുടെ ഹീറ്റ് ഇവനെല്ലാം റിസീവ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. ആ ഹീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് റിസീവ് ചെയ്യുന്നതുകൊണ്ട് ഈ ചുറ്റുമുള്ള സ്ഥലങ്ങൾക്ക് ചേഞ്ച് സംഭവിക്കും, മെറ്റമോർഫിസം സംഭവിച്ച് വേറൊരു ഫോമിലേക്ക് മാറും. അപ്പം അങ്ങനെ ഫോം ചെയ്യുന്നതാണ് കോണ്ടാക്റ്റ് മെറ്റമോർഫിസം എന്ന് പറയുന്നത്. അതാണ് കോണ്ടാക്റ്റ് മെറ്റമോർഫിസം. റീജിയണൽ മെറ്റമോർഫിസത്തിൽ the rock undergo recrystallization due to deformations created by tectonic shearing. അത് പ്ലേറ്റ് മൂവ്മെൻറ്റുകളും പ്ലേറ്റ് ആക്ഷൻസും സർഫസിൻ്റെ മൂവ്മെൻറ്റും ഒക്കെ കാരണം ഹീറ്റ് ഡെവലപ്പ് ചെയ്യുകയും അതിനോട് ബന്ധപ്പെട്ടിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന
ചേഞ്ചസും ഒക്കെയാണ് റീജിയണൽ മെറ്റമോർഫിസം. ഓരോ റീജിയൻ ബേസ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനായിട്ട് പറയാം നമുക്ക്. ഫോളിയേഷൻ അഥവാ ലീനിയേഷൻ. സി, ഇൻ ദ പ്രോസസ് ഓഫ് മെറ്റമോർഫിസം some rock grains or minerals get arranged in layers or lines. Such arrangement on metamorphic rocks are called foliation അഥവാ ലീനിയേഷൻ. അപ്പോൾ ലെയർ ബൈ ലെയർ പോലെ എന്ന രീതിയിൽ തോന്നിക്കുന്ന പോലെ റോക്കിൻ്റെ ഗ്രെയിൻസ് ലൈൻസ് പോലെ എന്ന രീതിയിൽ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ലൈൻസ് പോലെ എന്ന രീതിയിൽ ചില റോക്കിൻ്റെ ഗ്രെയിൻസ് സ്ട്രക്ചേഴ്സ് ഇതുപോലെ അറേഞ്ച് ചെയ്യപ്പെട്ട് നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോളിയേഷൻ അല്ലെങ്കിൽ ലീനിയേഷൻ എന്ന് പറയാം. ഫോളിയേഷൻ എന്നോ ലീനിയേഷൻ എന്ന് പറയാം. മെറ്റമോർഫിക് റോക്കിൽ കാണാൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണ് ഫോളിയേഷൻ ഓർ ലീനിയേഷൻ. സ്ട്രാറ്റിഫിക്കേഷൻ ചോദിച്ചാൽ അത് സെഡിമെൻ്ററി റോക്കിലേ ഉള്ളൂ. സ്ട്രാറ്റിഫിക്കേഷൻ ഇതിനകത്ത് കാണുന്നില്ല. പക്ഷേ ഇതിനകത്ത് എന്ത് കാണാം? ഈ ഗ്രെയിൻസ് ലെയർ ബൈ ലെയർ എന്നല്ല, ലൈൻസ് പോലെയോ ലെയേഴ്സ് പോലെയോ എന്ന രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫോളിയേഷൻ അഥവാ ലീനിയേഷൻ. അപ്പോൾ ഒരിക്കലും ഇതിനെ സ്ട്രാറ്റിഫിക്കേഷനുമായിട്ട് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യരുത് കേട്ടോ. ഒരു ചോദ്യം ചോദിക്കുന്നതാണ്, സ്ട്രാറ്റിഫിക്കേഷൻ ഏത് റോക്കിലാണ് കാണുന്നതെന്ന് പറഞ്ഞ് ചോദിച്ചാൽ അത് സെഡിമെൻ്ററി എന്ന് തന്നെ പറഞ്ഞോണം. സെഡിമെൻ്ററിയിലെ സ്ട്രാറ്റിഫിക്കേഷനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ട്രാറ്റിഫിക്കേഷൻ ഇല്ല, പക്ഷേ ലീനിയേഷൻ അല്ലെങ്കിൽ ഫോളിയേഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ ക്യാരക്ടർ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ ആണോ? റൈറ്റ്. അപ്പോൾ ഇങ്ങനെ മെറ്റമോർഫിസം നടന്ന് റോക്കുകൾക്ക് ചേഞ്ചസ് സംഭവിക്കുമല്ലോ. അത് അതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഗ്രനൈറ്റിന് മെറ്റമോർഫിസം സംഭവിച്ചാൽ നീസായിട്ട് മാറും. ലൈം സ്റ്റോണിന് മെറ്റമോർഫിസം സംഭവിച്ചുണ്ടാകുന്ന റോക്കാണ് മാർബിൾ. ഇതൊക്കെ മെറ്റമോർഫിക് റോക്കിന് ഉദാഹരണങ്ങളാണ് കേട്ടോ, നീസ്, മാർബിളൊക്കെ. അതുപോലെ സാൻഡ് സ്റ്റോണിന് മെറ്റമോർഫിസം സംഭവിച്ചാൽ ക്വാർട്ട്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നു, ക്ലേ സ്ലേറ്റ് ആയിട്ട് മാറുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിരിക്കാം. കുറച്ച് പേരുടെ ഉദാഹരണങ്ങളാണ്. ദെൻ ദ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഇസ് ദി റോക്ക് സൈക്കിൾ. എന്താണ് റോക്ക് സൈക്കിൾ? നമുക്ക് നോക്കാം. റോക്ക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പ്രാഥമിക ശില എന്ന് പറയുന്നത് അഗ്നേയശിലയാണ്, ഇഗ്നിയസ് റോക്ക്. അപ്പോൾ ഈ ഇഗ്നിയസ് റോക്കിന് വെതറിങ്ങും ലിത്തിഫിക്കേഷനും നടക്കുന്നു. ലിത്തിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സെഡിമെൻ്ററി റോക്ക് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ലിത്തിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വെതറിങ് സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ റോക്കിൽ നിന്ന് ചെറിയതായിട്ട് മെറ്റീരിയൽ, പല ഇറോഷൻ ഏജൻസും ഉണ്ടല്ലോ, ആ ഇറോഷൻ ഏജൻസ് ഒക്കെ ഇതിനകത്ത് നിന്ന് മെറ്റീരിയൽസിനെ കൊണ്ടുപോകുന്നു, പലയിടത്തായിട്ട് നിക്ഷേപിച്ച് സെഡിമെൻ്ററി റോക്ക് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ സെഡിമെൻറ്റുകൾ വന്നു. ആ സെഡിമെൻറ്റുകൾക്ക് കോമ്പാക്ഷൻ ആൻഡ് സെമെൻറ്റേഷൻ, കോമ്പാക്ഷൻ നിന്ന് അത് സെഡിമെൻ്ററി റോക്കായിട്ട് മാറി. അപ്പോൾ ഈ സെഡിമെൻ്ററി റോക്കുകൾക്കും പിന്നീട് വെതറിങ്ങും ലിത്തിഫിക്കേഷനും വല്ലതും നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ വീണ്ടും എന്തായിട്ട് മാറും? സെഡിമെൻറ്റുകളായിട്ട് മാറും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പോട്ടെ, ഈ സെഡിമെൻ്ററി റോക്കുകൾ വീണ്ടും ഹീറ്റിനും പ്രഷറിനും ഒക്കെ വിധേയമായി കഴിഞ്ഞാൽ എന്തായിട്ട് മാറിയിടേ? മെറ്റമോർഫിക് റോക്കായിട്ട് മാറി. ഈ അത് ഇഗ്നിയസ് റോക്കിന് നേരെ ഹീറ്റിങ്ങും പ്രഷറും വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ടി വന്നാലും അവൻ എന്തായിട്ട് മാറുന്നുണ്ട്? മെറ്റമോർഫിക് റോക്കായിട്ട് മാറുന്നുണ്ട്. മെറ്റമോർഫിക് റോക്ക് മെൽറ്റിങ്ങിന് വിധേയമായാൽ, താഴെ പോയി ഹീറ്റ് ചെയ്ത് മെൽറ്റിങ്ങിന് വിധേയമായി കഴിഞ്ഞാൽ അത് മാഗ്മയിലേക്ക് മാൻഡിലേക്ക് എത്തിച്ചേരുകയും മാഗ്മയായി മാറുകയും ചെയ്യും. ഈ മാഗ്മ പുറത്തേക്ക് വന്ന് കൂൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഇഗ്നിയസ് റോക്ക് ആവും. ഈ പ്രോസസ്സ് ദിസ് വിൽ കണ്ടിന്യൂ ടു ഹാപ്പൻ. നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് മെറ്റമോർഫിക് റോക്ക് മാഗ്മയാവുന്നതെന്ന്. മെറ്റമോർഫിക് റോക്ക് ഇരിക്കുന്ന സ്ട്രക്ചറുകളുടെ പ്ലേറ്റ്, ഭൂമിയുടെ ക്രസ്റ്റൽ പ്ലേറ്റുകൾ മാൻഡിലേക്കൊക്കെ ബെൻഡ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസ് വരും. അങ്ങനെ മാൻഡിലേക്കൊക്കെ ബെൻഡ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആ മാൻഡിലോട്ട് ബെൻഡ് ചെയ്യപ്പെടുന്ന റോക്കുകൾ സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ അതൊക്കെ മെൽറ്റ് ചെയ്യപ്പെട്ട് മാഗ്മയായിട്ട് മാറും. അത് പിന്നീട് വീണ്ടും അടുത്ത ഇറപ്ഷൻ വഴി, അടുത്ത വോൾക്കാനിക് ഇറപ്ഷനോ മറ്റോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവൻ പുറത്തേക്ക് വന്ന് അത് തണുത്തുറങ്ങി. ഇപ്പോൾ പുറത്തേക്ക് വരണമെന്നും നിർബന്ധമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്കുകൾ ഫോം ചെയ്യാം, ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യാം, അല്ലെങ്കിൽ എക്സ്ട്രൂസീവും ഫോം ചെയ്യാം. ഇതിലേത് വേണമെങ്കിലും ഫോം ചെയ്യാം. ബട്ട് ഇഗ്നിയസ് റോക്കുകളുടെ ഫോർമേഷൻ ഇവൻ തടുത്തുറങ്ങിയുണ്ടാകും. ആൻഡ് ദിസ് വിൽ കണ്ടിന്യൂ ടു ഹാപ്പൻ. മെറ്റമോർഫിക് റോക്കുകൾക്ക് സെഡിമെൻറ്റേഷൻ സംഭവിച്ചൂടെ? തീർച്ചയായിട്ടും സംഭവിക്കാം. മെറ്റമോർഫിക് റോക്കുകൾക്ക് മെൽറ്റിംഗ് മാത്രമല്ല, മെറ്റമോർഫിക് റോക്സ് ക്യാൻ അണ്ടർഗോ വെതറിങ്. അവനും വെതറിങ് സംഭവിക്കാം, അവനും രൂപമാറ്റം സംഭവിക്കാം. അവന് വെതറിങ് സംഭവിച്ചു കഴിയുമ്പോൾ അവനും എന്തായിട്ട് മാറും? അവൻ്റെ സെഡിമെൻറ്റ്സ് ആയിട്ട് മാറും. ആ സെഡിമെൻറ്റുകൾ കോമ്പാക്ഷന് വിധേയമായി കഴിഞ്ഞാലും എന്ത് തന്നെ ഉണ്ടാവും? സെഡിമെൻ്ററി റോക്ക് ഉണ്ടാവും. അപ്പോൾ സെഡിമെൻ്ററി റോക്കുകൾ ഉണ്ടാവാൻ നമ്മളതാ പറഞ്ഞ സെഡിമെൻ്ററി റോക്ക് ക്യാൻ ബി ഫോംഡ് ഫ്രം അൻ ഇഗ്നിയസ് റോക്ക്, എ സെഡിമെൻ്ററി റോക്ക് ഇറ്റ് സെൽഫ്, ഓർ ഈവൻ ഫ്രം എ മെറ്റമോർഫിക് റോക്ക്. മനസ്സിലായില്ലേ? മെറ്റമോർഫിക് റോക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയാം. എ മെറ്റമോർഫിക് റോക്ക് ക്യാൻ ബി ഫോംഡ് ഫ്രം എൻ ഇഗ്നിയസ് റോക്ക്, എ സെഡിമെൻ്ററി റോക്ക്, ഓർ ഈവൻ ഫ്രം എ മെറ്റമോർഫിക് റോക്ക്. ഒരു മെറ്റമോർഫിക് റോക്കിന് തന്നെ വീണ്ടും മെറ്റമോർഫിസം സംഭവിച്ചൂടെ? തീർച്ചയായിട്ടും സംഭവിക്കാം. അങ്ങനെ ഉണ്ടാവും. ക്ലിയർ ആണോ? സോ ഇങ്ങനെ റോക്ക് എവിടെ നിന്നുണ്ടായി അതിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു സൈക്ലിക് എന്ന രീതിയിൽ നടന്നുകൊണ്ടേയിരിക്കും. ഇതിനെ നമ്മൾ റോക്ക് സൈക്കിൾ എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നത് മനസ്സിലാക്കിയിരിക്കാം. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദി കീ പ്രോസസ്സസ് ഇൻ ദ സൈക്കിൾ, to move from one rock type to another specific shortcuts or processes must happen. അതായത് മെൽറ്റിംഗ് ആൻഡ് കൂളിംഗ്.
ഇപ്പം മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ എനി റോക്ക് ദാറ്റ് സ്റ്റേസ് അണ്ടർഗ്രൗണ്ട് ആൻഡ് ഗെറ്റ്സ് ഹോട്ട് ഇനഫ് ടു ബിക്കം മാഗ്മ, അല്ലേ? ആവശ്യത്തിന് ഹീറ്റ് കിട്ടി അണ്ടർഗ്രൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന, ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു റോക്കും ആവശ്യത്തിന് ഹീറ്റ് കിട്ടിയാൽ അത് മെൽറ്റ് ചെയ്ത് മാഗ്മയായിട്ട് മാറും. കൂളിംഗ് എന്ന് പറഞ്ഞാൽ വെൻ ദ മാഗ്മ ഓർ ലാവ കൂൾസ് ഡൗൺ ഇറ്റ് ഹാർഡൻസ് ഇൻറ്റു ഇഗ്നിയസ് റോക്ക്, അത് ഇഗ്നിയസ് റോക്കായിട്ട് മാറും കൂൾ ഡൗൺ ചെയ്യുമ്പോൾ. പിന്നെ വെതറിങ്ങും ഇറോഷനും എന്ന് പറയുന്ന പരിപാടി നടക്കണം. അതായത് റോക്ക് സൈക്കിളിൽ ഉണ്ടാവേണ്ട പ്രോസസ്സുകളാണ് പറയുന്നത്. വെതറിങ്ങും ഇറോഷനും തീർച്ചയായിട്ടും റോക്ക് ഓൺ ദി സർഫസ് ആർ ബ്രോക്കൺ ഡൗൺ ബൈ റെയിൻ, വിൻഡ്, ഐസ്, റിവർ, ഇങ്ങനെയുള്ള ഒരുപാട് ഏജൻറ്റുകൾ കാരണം ഇത് ബ്രോക്ക് ഡൗൺ ചെയ്യപ്പെട്ട് സാൻഡും മറ്റുമൊക്കെ ആയിട്ട് മാറുമല്ലോ. അതാണ് വെതറിങ് ആൻഡ് ഇറോഷൻ. അപ്പോൾ ഈ സ്മോൾ പീസസ് സെഡിമെൻറ്റ്സ് എന്ന് വിളിക്കും. ആർ ക്യാരിഡ് അവേ ബൈ ഇറോഷൻ ആൻഡ് ഡെപ്പോസിറ്റഡ് ഇൻ ലെയേഴ്സ്, ലെയർ ബൈ ലെയർ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും കാലങ്ങളെടുത്തത് ലിത്തിഫിക്കേഷൻ എന്ന പ്രോസസ്സിലൂടെ സെഡിമെൻ്ററി റോക്കായിട്ട് ഫോം ചെയ്യുന്നതും കാണാൻ പറ്റും, സെഡിമെൻ്ററി റോക്ക് ഫോർമേഷൻ. പിന്നെ ഹീറ്റ് ആൻഡ് പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവന്മാർ എന്ത് ചെയ്യും? ഇവിടെ ദേ ആർ ആക്ച്വലി കുക്ക്ഡ് ബൈ ദി എർത്ത് ഇൻറ്റേർണൽ ഹീറ്റ് എന്ന് പറയാം, ആൻഡ് സ്ക്വീസ്ഡ് ബൈ വെയിറ്റ് എബവ്. അതായത് ഈ ശിലകൾ കാണുന്നതിന് പുറത്തുള്ള സ്ഥലങ്ങളിലെ പുറത്തുള്ള മെറ്റീരിയൽസിൻ്റെ വെയിറ്റ് കാരണം സ്ക്വീസ് ചെയ്യപ്പെടുകയും ഭൂമിയുടെ ടെമ്പറേച്ചർ കാരണം ഇവൻ കുക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്, അതിന് ചൂടാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവന് രൂപമാറ്റം സംഭവിച്ചവൻ എന്തായിട്ട് മാറും? മെറ്റമോർഫിക് റോക്കായിട്ട് മാറും. റൈറ്റ്. അപ്പോൾ ഏത് റോക്കിൽ നിന്ന് ഏത് റോക്ക് ഫോം ചെയ്യാം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഫ്രം എനി റോക്ക് ടു ഇഗ്നിയസ് റോക്ക് ആണെങ്കിൽ മാഗ്മയായിട്ട് മെൽറ്റ് ചെയ്ത് മാറണം. ഏത് റോക്ക് മെൽറ്റ് ചെയ്ത്, ഇപ്പോൾ സെഡിമെൻ്ററി റോക്ക് ആയിക്കോട്ടെ, മെറ്റമോർഫിക് ആയിക്കോട്ടെ, ഇഗ്നിയസ് ആയിക്കോട്ടെ, ഇത് ഏതും മെൽറ്റ് ചെയ്ത് മാഗ്മയായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് കൂൾ ചെയ്ത് കഴിയുമ്പോൾ എന്ത് റോക്ക് തന്നെ ഉണ്ടാവും? ഇഗ്നിയസ് തന്നെ ഉണ്ടാവും. ഓക്കെ. കാരണം ബേസിക്കലി എല്ലാം ഈ പറയുന്നവന്മാരെല്ലാം ഇതിൽ നിന്നുണ്ടായവന്മാരാണല്ലോ. അപ്പോൾ ഇവന്മാർ കൂൾ ഡൗൺ ചെയ്താലും മീൻസ് മെൽറ്റ് ചെയ്താലും ഇവനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് പറയണതാണ്. റൈറ്റ്. അതായത് ഞാനിപ്പോൾ ഈർക്കിൽ ഉപയോഗിച്ചിട്ട് ഒരു കൊട്ടാരം പണിതാലും ഒരു കുടിൽ പണിതാലും ഇതെല്ലാം തകർത്തെടുത്തു കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് ഈർക്കിൽ തന്നെ കിട്ടുമല്ലോ. ഇതെല്ലാം പൊളിച്ചെടുത്താൽ വീണ്ടും എനിക്ക് ഈർക്കിൽ തന്നെ കിട്ടും എന്ന് പറയുന്ന പോലെയാണ്. അല്ലെങ്കിൽ ചുടുകട്ട ഉപയോഗിച്ച് ഞാനൊരു ബംഗ്ലാവ് പണിതു, ചുടുകട്ട ഉപയോഗിച്ച് ഞാനൊരു ഓഫീസ് പണിതു, ചുടുകട്ട ഉപയോഗിച്ച് ഞാനൊരു പട്ടികൂട് പണിതു. ഇപ്പോൾ ഏതായാലും ഞാനിത് പൊളിച്ചെടുത്താൽ എനിക്ക് കിട്ടുന്ന സാധനം ചുടുകട്ട തന്നെയാണ് എന്ന് പറയുന്ന പോലെയാണ് മെറ്റമോർഫിക്കോ സെഡിമെൻ്ററിയോ ഇഗ്നിയസോ ഇതിലേത് മാഗ്മയായിട്ട് മാറി കൂൾ ഡൗൺ ചെയ്താലും എനിക്ക് എന്ത് തന്നെ കിട്ടും? ഇഗ്നിയസ് റോക്ക് തന്നെ കിട്ടും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏത് റോക്കിന് വെതറിങ്ങും ഇറോഷനും നടന്നിട്ട് അതിന് കോമ്പാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? സെഡിമെൻ്ററി റോക്ക് കിട്ടും. അതുപോലെ ഏത് റോക്കിനായിക്കോട്ടെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഹീറ്റിങ്ങോ പ്രഷറോ ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവൻ എന്തും ആയിട്ട് മാറും? മെറ്റമോർഫിക് റോക്കായിട്ടും മാറും എന്ന രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് മാറ്റങ്ങളുടേതായ ഒരു വഴി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് റോക്സ് എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പിനകത്തുനിന്ന് പർട്ടിക്കുലർലി റോക്കിനെ അഡ്രസ്സ് ചെയ്ത് നോക്കിയിരിക്കേണ്ട കുറച്ച് ഏരിയാസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ നോക്കിയ റോക്കുമായി ബന്ധപ്പെട്ട വസ്തുതകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയോടുകൂടി നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ കൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒന്ന് പുറകിലേക്ക് പോകും. നമ്മൾ ക്ലാസ് തുടങ്ങിയ സമയത്തുള്ള ആ PYQs ഇനി നിങ്ങളൊന്ന് അനലൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് ആൻസർ ദോസ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാകും. സോ ഗോ ടു ദി ഫസ്റ്റ് പോർഷൻ. ആ വീഡിയോ സീക്ക് ചെയ്ത് നേരെ ഫ്രണ്ടിൽ പോവുക. ആ ചോദ്യങ്ങൾക്ക് ആൻസേഴ്സ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. യു ക്യാൻ ആക്ച്വലി ഗിവ് ആൻസേഴ്സ് ടു ദോസ് ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ നമുക്ക് MCQയിലേക്ക് പോകാമല്ലോ. നോക്കാം. MCQs നോക്കാം. ആദ്യ ചോദ്യം. With reference to igneous rock, consider the following statements. 1. They are often referred to as primary rocks as they form the basis of other rock type. ശരിയാണോ? തീർച്ചയായിട്ടും ശരിയാണ്. ഒന്ന് ശരിയാണ്, അതുകൊണ്ട് ഓപ്ഷൻ ബി കളയാം. 2. These rocks are typically characterized by the presence of fossils due to their volcanic origin. വോൾക്കാനിക് ഒറിജിൻ ആണ് അവ എന്നുള്ളത് കൊണ്ട് തന്നെ അവയിൽ ഫോസിലുകളുടെ പ്രസൻസ് കാണാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. സാധിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ഓപ്ഷൻ എയും പോയി, ഡിയും പോയി. ഉത്തരം ഓപ്ഷൻ സി. നമ്മൾ പറഞ്ഞതാണ് വോൾക്കാനിക് റോക്സ് അല്ലെങ്കിൽ ഈ ഇഗ്നിയസ് റോക്കുകളുടെ കാര്യത്തിൽ എന്തില്ല എന്ന്, ഫോസിലിൻ്റെ പ്രസൻസേ ഇല്ല എന്ന് പറഞ്ഞു അല്ലേ. 3. ദേ ആർ നോർമലി ക്രിസ്റ്റലൈൻ ഇൻ നേച്ചർ. അതെന്തായാലും ശരിയാണ്. ഉത്തരം അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞു. 1ഉം 3ഉം. ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. സെറ്റല്ലേ? അടുത്ത ചോദ്യം. Which of the following processes is primarily responsible for the formation of sedimentary rock? സെഡിമെൻ്ററി റോക്കിൻ്റെ ഫോർമേഷന് കാരണമാകുന്ന പ്രോസസ്സ് തന്നിരിക്കുന്നതിൽ ഏതെന്നാണ്? എ. സോളിഡിഫിക്കേഷൻ ഓഫ് മോൾട്ടൺ മാഗ്മ അറ്റ് ഗ്രേറ്റ് ഡെപ്ത്. ആണോ? സോളിഡിഫിക്കേഷൻ ഓഫ് മോൾട്ടൺ മാഗ്മ അറ്റ് ഗ്രേറ്റ് ഡെപ്ത് സെഡിമെൻ്ററി റോക്കാണോ ഉണ്ടാവുന്നത്? അല്ല, അത് ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതല്ല. 2. റീക്രിസ്റ്റലൈസേഷൻ ഓഫ് മിനറൽസ് ഡ്യൂ ടു ടെക്ടോണിക് ഷിയറിംഗ് ആണോ? അല്ല, അത് മെറ്റമോർഫിക്കിൻ്റെയാണ്. അക്യൂമുലേഷൻ ആൻഡ് കോമ്പാക്ഷൻ ഓഫ് റോക്ക് ഡെബ്രിസ് ത്രൂ ലിത്തിഫിക്കേഷൻ ആണോ? തീർച്ചയായിട്ടും അതെ.
4 കെമിക്കൽ ഓൾട്ടറേഷൻ ഓഫ് റോക്ക്, അല്ല അതും മെറ്റമോർഫിസമാണ്. അപ്പോൾ ഇവിടെ ഉള്ളതിൽ ഏറ്റവും അനുയോജ്യമായിട്ട് സെഡിമെൻ്ററിക്ക് പറയാൻ സാധിക്കുന്നത് ഓപ്ഷൻ സി തന്നെയാണ്. ലിത്തിഫിക്കേഷൻ എന്നൊക്കെ എഴുതിയിട്ടുമുണ്ട്. അത് നമ്മൾ സെഡിമെൻ്ററിയുമായി ബന്ധപ്പെട്ടാണ് പഠിച്ചത്. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് പ്ലൂട്ടോണിക് റോക്സ്. പ്ലൂട്ടോണിക് ആരാന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. പ്ലൂട്ടോണിക് എന്ന് പറയുമ്പോൾ ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്കുകളാണ്. പ്ലൂട്ടോണിക് എന്ന് പറയുമ്പോൾ ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്കുകളാണ്. ഭൂമിക്ക് അടിയിൽ കാണുന്ന, കൺസിഡറബിൾ ഡെപ്തിൽ അടിയിൽ കാണുന്നവനാണ്. ഓക്കെ, ദേ ആർ ഫോംഡ് വെൻ മാഗ്മ കൂൾസ് സ്ലോലി അറ്റ് ഗ്രേറ്റ് ഡെപ്ത് വിതിൻ ദി എർത്ത്സ് ക്രസ്റ്റ്. ട്രൂ. വളരെ സ്ലോ ആയിട്ട് മാഗ്മ തണുത്ത് വളരെ ആഴങ്ങളിൽ, ഭൂമിയുടെ ക്രസ്റ്റിൽ തന്നെയായിരിക്കും, മാൻറ്റിലോട്ടൊന്നും പോലും, പക്ഷേ അത്യാവശ്യം നല്ല ആഴങ്ങളിൽ ഫോം ചെയ്യുന്നവന്മാരാണ് പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറയും. ശരിയാണ്, ഒന്ന് ശരിയാണ്, അതുകൊണ്ട് ബി കളഞ്ഞു. 2, സ്ലോ കൂളിംഗ് അലൗസ് ഫോർ ദി ഫോർമേഷൻ ഓഫ് വെരി ലാർജ് മിനറൽ ഗ്രെയിൻസ്. വളരെ സ്ലോ ആയിട്ടുള്ള കൂളിംഗ് ആയതുകൊണ്ട് തന്നെ വളരെ വലുപ്പമേറിയ മിനറൽസ് ആണ്, അല്ലെങ്കിൽ മിനറൽ ഗ്രെയിൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അതും നമ്മൾ പഠിച്ചതാണ്. ശരിയാണ്, അതുകൊണ്ട് സിയും പോയി. 3, ഗ്രാനൈറ്റ് ഇസ് എ പ്രോമിനൻറ്റ് എക്സാമ്പിൾ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് എ റോക്ക്. പ്ലൂട്ടോണിക് റോക്കിന് ഉദാഹരണമാണ് ഗ്രാനൈറ്റ് എന്നാണ് പറയുന്നത്. ഞാനും അത് പറഞ്ഞതാണ്. ഗ്രാനൈറ്റ് നമുക്ക് സർഫസിൽ കാണാൻ പറ്റുന്നുവെങ്കിൽ അത് ഡെന്യൂഡേഷൻ പ്രോസസ്സുകൾ വഴി, മാറ്റം സംഭവിക്കുന്നത് വഴി സർഫസിലെത്തിയതാണ്. അപ്പോൾ ഇൻട്രൂസീവിനകത്ത് എക്സാമ്പിളായിട്ട് ഗ്രാനൈറ്റ് നമുക്ക് പറയാൻ പറ്റും. അതായത് പ്ലൂട്ടോണിക്കിനകത്ത് എക്സാമ്പിളായിട്ട് ഗ്രാനൈറ്റ് പറയാൻ പറ്റും. സോ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി. ഓൾ ദ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ഇത് പൊതുവേ നമുക്കൊരു ഡൗട്ട് തോന്നും കേട്ടോ. നാം വ്യക്തമായിട്ട് പഠിച്ചു വെച്ചില്ലെങ്കിൽ ഡൗട്ട് തോന്നും ഉദാഹരണങ്ങളുടെ കാര്യം. ഓക്കെ, പ്ലൂട്ടോണിക്കിന് ഉദാഹരണമാണ് ഗ്രാനൈറ്റ് എന്ന് പഠിച്ചിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് പെയർസ് ഓഫ് ഒറിജിനൽ റോക്ക് ആൻഡ് ഇറ്റ്സ് മെറ്റമോർഫിക് ഇക്വലൻറ്റ്. ഗ്രാനൈറ്റ് നീസ്, ലൈംസ്റ്റോൺ മാർബിൾ, സാൻഡ്സ്റ്റോൺ ക്വാർട്സൈറ്റ്, സ്ലേറ്റ് ക്ലേ സ്ലേറ്റ്. ഇതിൽ എത്ര പേരാണ് കറക്റ്റ്ലി മാച്ച്ഡ് ആയിരിക്കുന്നതെന്നാണ് ചോദ്യം. എല്ലാം കറക്റ്റായിട്ടാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ അവസാനം മെറ്റമോർഫിസത്തിൻ്റെ എൻഡിൽ കണ്ടത് തന്നെയാണ്. ഓൾ ദീസ് 4 ആർ കറക്റ്റ്ലി മാച്ച്ഡ്. ഗ്രാനൈറ്റിന് മെറ്റമോർഫിസം സംഭവിച്ചിട്ടാണ് നീസ് ഉണ്ടാവുന്നത്. ലൈംസ്റ്റോണിന് മെറ്റമോർഫിസം സംഭവിച്ചുണ്ടാവുന്നൊരു മെറ്റമോർഫിക് റോക്കാണ് മാർബിൾ, കായാന്തരിത ശിലയാണ് മാർബിൾ. സാൻഡ്സ്റ്റോണിന് മെറ്റമോർഫിസം സംഭവിച്ചുണ്ടാവുന്നയാളാണ് ക്വാർട്സ്. ക്ലേക്ക് മെറ്റമോർഫിസം സംഭവിച്ചിട്ടുണ്ടാവുന്നയാളാണ് സ്ലേറ്റ് എന്നും പറയുന്നത്. ഇതെല്ലാം കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടാണ്. സോ ഓൾ ദ പെയർസ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്. ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് മെക്കാനിക്കലി ഫോംഡ് സെഡിമെൻ്ററി റോക്ക്. മെക്കാനിക്കലി ഫോംഡ് സെഡിമെൻ്ററി, കണ്ടോ, ഇതാണ് ഞാൻ സെഡിമെൻ്ററി റോക്കിൻ്റെ കാര്യത്തിൽ 3 ക്ലാസിഫിക്കേഷൻ കൃത്യമായിട്ട് പറഞ്ഞത് അതുകൊണ്ടായിരുന്നു. മെക്കാനിക്കലി ഫോംഡ് ആയിട്ടുള്ള സെഡിമെൻ്ററി റോക്കിന് ഉദാഹരണം ആരൊക്കെയെന്നാണ് ചോദ്യം. സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ, ഷെയിൽ, പൊട്ടാഷ്. എന്തായാലും ലൈംസ്റ്റോൺ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പാണ് അല്ലേ. അപ്പോൾ 2 ഇല്ലാത്തതിന് എനിക്ക് കളയാം. ബാക്കി അപ്പോൾ ഏതാ? സാൻഡ്സ്റ്റോൺ ഉണ്ട്, പൊട്ടാഷ് ഉണ്ടോ ഇവിടെ? ഇല്ല, പൊട്ടാഷ് മാത്രമാണ് ഇല്ലാത്തത്. ഇവിടെ മെക്കാനിക്കലി ഫോമിൽ പൊട്ടാഷ് ഇല്ല. ഷെയിലും ലൈംസ്റ്റോണും സാൻഡ്സ്റ്റോണും പറയാം 1, 2 and 3. ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, ഓർത്തിരുന്നേക്ക് കേട്ടോ. അവന്മാരുടെ ഈ എക്സാമ്പിൾസ് മറന്നു പോരുത്, ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് മെറ്റമോർഫിക് റോക്ക്. 1, they form under conditions of significant change in pressure, volume and temperature. They form under conditions of significant change in the pressure, volume and temperature. Correct ആണ്, മെറ്റമോർഫിക് റോക്ക് അങ്ങനെ ഉണ്ടാവുക. 2, dynamic metamorphism occurs primarily due to high temperature without chemical changes. കെമിക്കൽ ചേഞ്ചുകളൊന്നും ഇല്ലാതെ ആണ് ഡൈനാമിക് മെറ്റമോർഫിസം ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ആണോടെ? തീർച്ചയായിട്ടും. 3, മെറ്റമോർഫിക് റോക്സ് ആർ ജനറലി നോൺ ഫോസിലിഫറസ്. ആണോ? ഫോസിൽസിൻ്റെ പ്രസൻസ് കാണാൻ പറ്റില്ല എന്നാണ് മെറ്റമോർഫിക് റോക്സിൻ്റെ കാര്യം പറയുന്നത്. ശരിയാണോ? അല്ല, യെസ്, അത് നോൺ ഫോസിലിഫറസ് ആണ് നമ്മൾ പഠിച്ചു. 3 എന്തായാലും ശരിയാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി, 1ഉം 3ഉം ശരി. ഡൈനാമിക് മെറ്റമോർഫിസം ഒക്കേഴ്സ് ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ. അല്ല, അത് തെർമൽ മെറ്റമോർഫിസം അല്ലേ? ഹൈ ടെമ്പറേച്ചർ എന്ന് പറയും. ഹൈ ടെമ്പറേച്ചർ മുഖാന്തരം ഉണ്ടാവുന്നത് തെർമൽ മെറ്റമോർഫിസം ആണ്. ഡൈനാമിക് മെറ്റമോർഫിസത്തിന് കാരണക്കാരൻ ആരാണ്? പ്രഷറാണ്. പ്രൈമറി ഫോഴ്സ് പ്രഷറാണ്. ഞാൻ ആദ്യം ആണെന്നാണ്, ശരിയെന്നാണ് അല്ലേ പറഞ്ഞു പോയത്? അല്ല, ഡൈനാമിക് മെറ്റമോർഫിസത്തിൻ്റെ പ്രാഥമിക ഫോഴ്സ് എന്ന് പറയുന്നത് പ്രഷറാണ്, ടെമ്പറേച്ചർ അല്ല. അതുകൊണ്ട് ഹൈ ടെമ്പറേച്ചർ എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ആക്ച്വലി റോങ്. അതുകൊണ്ടാണ് ഓപ്ഷൻ സി ഉത്തരം വന്നേക്കുന്നത്. ഓക്കെ, 1ഉം 3ഉം ശരി. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സെഡിമെൻ്ററി റോക്ക്. സെഡിമെൻ്ററി റോക്കിൻ്റെ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. 1, ദേ ആർ നോൺ ക്രിസ്റ്റലൈൻ ഇൻ നേച്ചർ. അതെ. ദേ ആർ ഓൾവേസ് സ്ട്രാറ്റിഫൈഡ് ഓർ ലെയർഡ്. അതെ. ദേ മേ കണ്ടെയ്ൻ ഫോസിൽ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അതെ, എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി. സെഡിമെൻ്ററി റോക്ക് നോൺ ക്രിസ്റ്റലൈൻ ആണെന്ന് പഠിച്ചു.
അവർ സ്ട്രാറ്റിഫൈഡ് ആണെന്ന് പഠിച്ചു, കൃത്യമായിട്ട് ലെയേഴ്സ് ഉണ്ടെന്ന് പഠിച്ചു. അവയിൽ ഫോസിൽസിൻ്റെയോ ഒക്കെ പ്രസൻസ് തീർച്ചയായിട്ടും ഉണ്ടാകും. ആകെപ്പാടെ ഫോസിൽ ഉണ്ടെന്ന് പറയാൻ പറ്റുന്ന ആര് മാത്രമേ ഉള്ളൂ? സെഡിമെൻ്ററി മാത്രമേ ഉള്ളൂ. ഉദാഹരണമൊക്കെ ഓർത്ത് വെച്ചോണം, പ്രത്യേകിച്ച് കൽക്കരി ഇവൻ്റെ ഉദാഹരണമാണെന്നൊക്കെ ഓർത്ത് വെച്ചോണം. കൽക്കരി കേട്ടോ, കോൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Which of the following are example of chemically formed sedimentary rock? ചേർട്ട്, പൊട്ടാഷ്, ഹാലൈറ്റ്, ഗെയ്സറൈറ്റ്. ഏതൊക്കെയാണ്? ഗെയ്സറൈറ്റ് ഒഴികെ ബാക്കി മൂന്നും പറയാം. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, അത് ജസ്റ്റ് എക്സാമ്പിൾ വെച്ചിട്ടുള്ള ചോദ്യമായതുകൊണ്ട് പോയതാണ് പെട്ടെന്ന് ഞാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ലിത്തിഫിക്കേഷൻ ഇൻവോൾവ്സ്. ലിത്തിഫിക്കേഷൻ എന്ന പ്രോസസ്സിന് പ്രക്രിയയിൽ എന്തൊക്കെയുണ്ടെന്നുള്ള ഒന്ന്, ദ മെൽറ്റിംഗ് ഓഫ് റോക്ക് ഇൻ ടു മാഗ്മ അറ്റ് സബ്ഡക്ഷൻ സോൺ, the cooling and crystallization of lava at the surface, the squeezing and gluing together of sediment layers over time, the tectonic shear of rock during mountain building. ഏതാണ്? ഓപ്ഷൻ സി, ദ സ്ക്വീസിങ് ആൻഡ് ഗ്ലൂയിങ് ടുഗെദർ ഓഫ് സെഡിമെൻറ്റ്സ്. അല്ലേ, വളരെയധികം സ്ക്വീസ് ചെയ്ത് അതിനെയൊക്കെ മെറ്റീരിയൽസിനൊക്കെ ഗ്ലൂ ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ലിത്തിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഏതിൻ്റെ? സെഡിമെൻ്ററി റോക്കിൻ്റെ ഫോർമേഷനിൽ. ശരിയല്ലേ? അല്ലേ തന്നെ ഇതിനകത്ത് സെഡിമെൻ്റ് എന്നൊരൊറ്റ വാക്ക് ഏത് മാത്രമേ ഉള്ളൂ? ഈ സി എന്ന് പറയുന്നതിൽ മാത്രമേ ഉള്ളൂ. ഇതാ കിടക്കുന്നത്, വേറെ ഒന്നിനും സെഡിമെൻ്റ് എന്ന വാക്ക് പോലും ഇല്ല. അല്ലേ? അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? ചോക്ക് ഇഗ്നിയസ് റോക്കാണോ? നീസ് സെഡിമെൻ്ററി റോക്കാണോ? ഡോളറൈറ്റ് ഇഗ്നിയസ് റോക്കാണോ? ക്വാർട്സൈറ്റ് സെഡിമെൻ്ററി റോക്കാണോ? ഇതിൽ മൂന്നെണ്ണവും തെറ്റാണ്. ക്വാർട്സൈറ്റ് മെറ്റമോർഫിക് ആണ്, നീസ് മെറ്റമോർഫിക് ആണ്, ചോക്ക് അതുപോലെ തന്നെ സെഡിമെൻ്ററി ആണ്. അല്ലേ? അപ്പോൾ ഡോളറൈറ്റ് പക്ഷേ ഇഗ്നിയസ് റോക്കാണ്, അത് കറക്റ്റാണ്. ഡോളറൈറ്റ് ഈസ് ആക്ച്വലി ഇഗ്നിയസ്. നമ്മൾ ഉദാഹരണത്തിനകത്ത് പറഞ്ഞിരുന്നതാണ് ഡോളറൈറ്റിൻ്റെ കാര്യം. സെറ്റല്ലേ? ഓക്കെ, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ ദാറ്റ്സ് ആക്ച്വലി വാട്ട് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദി ക്വസ്റ്റ്യൻസ് ഓൾസോ. അപ്പോൾ ഈ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതിനകത്തുനിന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിമ്പിളാണ്, വളരെ അധികം ബുദ്ധിമുട്ടോടുകൂടി പഠിക്കേണ്ടതൊന്നുമില്ല. ഇച്ചിരി പേരുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഓരോരുത്തരുടെ സ്വഭാവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാറോ ഒന്ന് ഓർത്തിരുന്നേക്കണം എന്നതൊഴിച്ചാൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇതിനകത്ത് പഠിക്കാനില്ല. വളരെ വലിയ കോൺസെപ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഉൾപ്പെടുന്നതും അല്ലതാണ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന റോക്സിൻ്റെ ടൈപ്സും, മെറ്റമോർഫിക്, ഇഗ്നിയസ്, സെഡിമെൻ്ററി, മെറ്റമോർഫിക് എന്ന 3 ടൈപ്പ് റോക്കുകളെ പറ്റിയും പറഞ്ഞ വസ്തുതകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മറ്റൊരു ക്ലാസ്സുമായി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലപോലെ പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.